നമ്മൾ ചാപ്റ്റർ 7 ആണ് ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ചാപ്റ്റർ 7 പബ്ലിക് ഫിനാൻസ് ആണ്. അതായത് നമ്മുടെ ഗവൺമെന്റിനെ കുറിച്ചും ഗവൺമെന്റിന്റെ സാമ്പത്തികത്തെ കുറിച്ചും അല്ലെ, പൊതുസമ്പത്തിനെ കുറിച്ചിട്ടൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിലെ യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഫിസ്ക്കൽ ഫങ്ഷൻസും അതേപോലെ തന്നെ സെന്റർ സ്റ്റേറ്റ് ഫിനാൻസുകളൊക്കെ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അതില് ആദ്യം നമ്മൾ എന്താണ് പബ്ലിക് ഫിനാൻസ് എന്നുള്ളതും, പിന്നെ പബ്ലിക് ഫിനാൻസിൽ എന്താണ് ഫിസ്ക്കൽ ഫങ്ഷൻ എന്നും, അതേപോലെ തന്നെ ഒരു സെന്ററിന്റെയും സ്റ്റേറ്റ് ഫിനാൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ഓവർവ്യൂ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ അലോക്കേഷൻ ഫംഗ്ഷനെ കുറിച്ചും റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ കുറിച്ചും സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അതില് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഗവൺമെന്റ് എല്ലാ നേഷൻസിലും അവരുടേതായിട്ടുള്ള എക്കണോമിക് ഫങ്ഷൻസ് വളരെ സ്മൂത്ത് ആയിട്ടും അതേപോലെ തന്നെ വളരെ കാര്യക്ഷമമായിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. അതും എങ്ങനെ? റിസോഴ്സ് അലോക്കേഷൻ, ബേസിക് റിസോഴ്സ് ഓഫ് അലോക്കേഷൻ മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ അവിടുത്തെ എല്ലാ രാജ്യത്തെയും എക്കണോമിക് ഫങ്ഷൻസ് ഗവൺമെന്റ് വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ സൈസും ഗവൺമെന്റിന്റെ സ്കോപ്പ് എന്ന് പറയുന്നതൊക്കെ ആ മാർക്കറ്റ് എക്കണോമീസിന്റെ വളർച്ചയ്ക്കും പ്രാധാന്യത്തിനും ഓരോ ഗവൺമെന്റിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അവിടുത്തെ സൈസ്, ഓരോ ഗവൺമെന്റിന്റെയും സൈസ് ആൻഡ് സ്കോപ്പ് എന്ന് പറയുന്നത്. ഏതൊരു സ്റ്റേറ്റിന്റെ ദ പ്രൈമറി ഗോൾ ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ടു പ്രൊമോട്ട് ജനറൽ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. ഏതൊരു സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിലും ആ സ്റ്റേറ്റിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രൈമറി ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി ആണ് അല്ലെ, സൊസൈറ്റിയുടെ ക്ഷേമം തന്നെയാണ്. What government do or not do will obviously an important impact on economic performance of an economy, the quality of life of its citizens. ഇവിടെ ഗവൺമെന്റ് ചെയ്യുന്നത് എന്താണ്, ചെയ്യാത്തത് എന്താണ്? ഒബ്വിയസ്ലി ഒരു എക്കണോമിയുടെ എക്കണോമിക് പെർഫോമൻസിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് എന്ത് ചെയ്യണ്ട എന്നുള്ളതും, ഒരു എക്കണോമിയിലെ സിറ്റിസൺസിന്റെ ക്വാളിറ്റി ലൈഫ് എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ് ചെയ്യുന്നത്. ഗവൺമെന്റ് പലതരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള ഓപ്പറേഷൻസും ഒക്കെ സ്റ്റേറ്റ് റൺ ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഗവൺമെന്റ് പല സോഴ്സുകളിൽ നിന്നും പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗവൺമെന്റിന് ഒരുപാട് ചെലവുകളുണ്ട്. അതേപോലെ കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് സർവീസ് ഉണ്ട്, ആവശ്യമുണ്ടെങ്കിൽ പണം കടം വാങ്ങാറുണ്ട്, എംപ്ലോയീസ് പീപ്പിൾ ഉണ്ട്, അതേപോലെ തന്നെ ഓരോ കീ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, പ്രോപ്പർട്ടി റൈറ്റ്സുകൾ ഉണ്ട് അല്ലെ. ഗവൺമെന്റ് എല്ലാ തരത്തിലുള്ള പലതരത്തില് വേരിയസ് ലെവലിലാണ് ഓരോ പ്രവർത്തനങ്ങളും ഓരോ രാജ്യത്തും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഗവൺമെന്റ് ആൾസോ എസ്റ്റാബ്ലിഷ് അഡ്മിനിസ്റ്റർ റൂൾസ്. ഗവൺമെന്റ് അതുകൊണ്ട് തന്നെ ഓരോ പ്രവർത്തനങ്ങളും വളരെ സുഗമമായി നടത്തുന്നതിന് വേണ്ടിയിട്ട് തന്നെ പ്രത്യേകം ഗവൺമെന്റ് അഡ്മിനിസ്റ്റർ റൂൾസുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പലതരത്തിലുള്ള പോളിസികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആളുകളുടെ ലൈഫ് കൺസേൺ ചെയ്തുകൊണ്ടാണ് എല്ലാ പോളിസികളും ഗവൺമെന്റ് ഇറക്കുന്നത്. പറയാം, നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഗവൺമെന്റ് പലതരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മുടെ എക്കണോമിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. കുറെ റെഗുലേറ്റഡ് ആയിട്ടുള്ളതും കുറെ അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഒക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പ്രൈവറ്റ് പ്രൊഡ്യൂസേഴ്സിന്, അതേപോലെ തന്നെ സർട്ടൻ ഗുഡ്സ് ആൻഡ് സർവീസ് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. പലതരത്തിൽ വെറൈറ്റി ഓഫ് റീസൺസ് നമുക്ക് മുന്നിൽ നമുക്ക് ഗവൺമെന്റിൻ്റെതായിട്ടുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഗവൺമെന്റ് ഡസ് നോട്ട് എക്സ്പെക്ട് എക്കണോമി ടു ഫങ്ഷൻ ഓട്ടോമാറ്റിക്കലി. ഗവൺമെന്റിന് അറിയാൻ കഴിയും എന്ത്, എക്കണോമിയുടെ ഫങ്ഷൻസ് ഒരിക്കലും ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കില്ല അല്ലെ. അവിടെ എന്ത് ചെയ്യണം, പർട്ടിക്കുലർ ഡയറക്ഷൻസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റിന്റെ അതായത് ഹൗസ് ഹോൾഡിന്റെയും ഇൻഡിവിജ്വൽസിന്റെയും
ക്ഷേമം ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് നല്ലൊരു റോള് തന്നെ ഇറക്കുന്നുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു പ്രവർത്തനം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കാഴ്ചവെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ലെസണിൽ നമ്മൾ ഗവൺമെന്റും അതേപോലെ തന്നെ ഗവൺമെന്റ് ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്കണോമിക് ഫങ്ഷൻസ് വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത്. അതിൽ ആദ്യം നമ്മൾ ദ റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ ആൻ എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്ന ഭാഗമാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, വി ഷാൾ ഫസ്റ്റ് കൺസിഡർ വൈ ആൻ എക്കണോമിക് സിസ്റ്റം ഷുഡ് ബി ഇൻ പ്ലേസ്. The basic economic problem of scarcity arises from the fact that wants are unlimited and resources are available to any society are limited. അപ്പൊ നമുക്കറിയാം, നമ്മുടെ എക്കണോമിക് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്, ഒരു പ്ലേസിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെ? ഒരു ബേസിക് എക്കണോമിക് പ്രോബ്ലം, നമ്മുടെ എക്കണോമിക് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്കേഴ്സിറ്റി ആണ്, അല്ലെ? ദൗർലഭ്യമാണ്. എന്നാലോ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള വാൺസും ഉണ്ട്, റിസോഴ്സ് ആണെങ്കിൽ വളരെയധികം ലിമിറ്റഡും ആണ്. എന്നാൽ എക്കണോമിയിൽ എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസും മെമ്പേഴ്സിന്റെ ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ ഒരു മെമ്പേഴ്സിനനുസരിച്ച് മെമ്പേഴ്സിന്റെ ആഗ്രഹപ്രകാരം പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, സാധിക്കുന്നില്ല. കാരണം നമ്മുടെ എക്കണോമിക് സിസ്റ്റം എന്താണ്, വളരെ സ്കേഴ്സ് ആണ്, റിസോഴ്സ് വളരെയധികം കുറവാണ്, അല്ലെ? ഉള്ള റിസോഴ്സ് വെച്ചിട്ട് നമ്മൾ മാക്സിമം വാണ്ട്സ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പൊ ഈ ഒരു എക്കണോമിക് സിസ്റ്റത്തില് സൊസൈറ്റി എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ടും 3 വിഭാഗങ്ങളാണ് വരുന്നത്. ഒന്ന് ഹൗസ് ഹോൾഡ് ഉണ്ട്, ബിസിനസ് ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്. ഇവിടെ എല്ലാ റിസോഴ്സുകളും അല്ലെ അലോക്കേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ ഈ 3 സൊസൈറ്റികളാണ്, ഹൗസ് ഹോൾഡ്, ബിസിനസ്, ഗവൺമെന്റ് എന്നടങ്ങുന്ന ഒരു സൊസൈറ്റിയാണ് നമുക്കുള്ളത്. അപ്പോ ഈ 3 എന്താ പറയാ 3 വിഭാഗത്തിനും എന്ത് ചെയ്യണം, നമ്മൾ ഈ പ്രൊഡക്ട്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരികയാണ്, ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അതേസമയം നമ്മുടെ മോഡേൺ സൊസൈറ്റിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 3 ആൾട്ടർനേറ്റീവ് എക്കണോമിക് സിസ്റ്റംസ് ആണ് നമുക്കുള്ളത്. അതായത് നമ്മളുടെ എന്താ പറയുക, റിസോഴ്സുകൾ വളരെ റീ അലോക്കേഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ എക്കണോമിക് സിസ്റ്റംസ് 3 ആൾട്ടർനേറ്റീവ് ഓഫേഴ്സ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, the market, the government and a mixed system where the both market and government simultaneously determine allocation. അതായത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്നല്ലെങ്കിൽ മാർക്കറ്റ്, ഒന്നല്ലെങ്കിൽ ഗവൺമെന്റ്, അല്ലെങ്കിൽ മിക്സഡ് സിസ്റ്റം. മിക്സഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ബോത്ത് മാർക്കറ്റും ഗവൺമെന്റും കൂടി ചേർന്നിട്ടുള്ള ഒരു റിസോഴ്സ് അലോക്കേഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്നല്ലെങ്കിൽ മാർക്കറ്റ് മാത്രം, ഒന്നല്ലെങ്കിൽ ഗവൺമെന്റ് മാത്രം, ഒന്നല്ലെങ്കിൽ മാർക്കറ്റും ഗവൺമെന്റും കൂടി ചേർന്നിട്ടുള്ള ഒരു സൊസൈറ്റി. ഓക്കെ, അപ്പൊ ഇതിന്റെ ഏത് ആൾട്ടർനേറ്റീവ് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. കറസ്പോണ്ടിംഗ്ലി വി ഹാവ് 3 എക്കണോമിക് സിസ്റ്റംസ്. നമുക്കാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമുക്കൊരു എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് ഉണ്ട്. ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത്. ഈ 3 ഈച്ച് വിത്ത് ഡിഫറെന്റ് ഡിഗ്രീസ് ഓഫ് സ്റ്റേറ്റ് ഇന്റർവെൻഷൻ ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ്. ഈ 3 എണ്ണത്തിലാണെന്നുണ്ടെങ്കിൽ 3 എക്കണോമിയിലാണെങ്കിലും സ്റ്റേറ്റ് ഇന്റർവെൻഷൻ, എക്കണോമിക് ആക്ടിവിറ്റിയിലെ സ്റ്റേറ്റ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് 3ലും 3 രീതിയിലാണ് കാണിക്കുന്നത്. ആഡം സ്മിത്ത് ഓഫർ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്രീ മാർക്കറ്റും അതേപോലെ തന്നെ മിനിമൽ ഗവൺമെന്റൽ ആക്ടിവിറ്റിയും വേണം എന്നുള്ളതാണ്. ഓക്കെ, ആഡം സ്മിത്തിന്റെ അഭിപ്രായ പ്രകാരം ആഡം സ്മിത്ത് പറയുന്നത് എങ്ങനെയാണ്, ഒരു ഫ്രീ മാർക്കറ്റും അതേപോലെ തന്നെ ഒരു മിനിമം ഗവൺമെന്റൽ ആക്ടിവിറ്റിയും ഉണ്ടായിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു കാര്യം, ഗവൺമെന്റ് റോൾസ് ഇൻ സൊസൈറ്റി ഷുഡ് ബി ലിമിറ്റഡ്. അതായത് സൊസൈറ്റിയിൽ ഗവൺമെന്റിന്റെ റോൾസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. ബട്ട് വെൽ ഡിഫൈൻഡ്. ഹൗവർ Smith saw an important resource allocation of government when we underlined the role of government. അതായത് സൊസൈറ്റിയിൽ ഗവൺമെന്റിന്റെ റോള് ലിമിറ്റഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്,
ഡിഫൈൻ ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് ഗവൺമെന്റ് ഏതൊക്കെ റോളാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് എന്നുള്ളത് അദ്ദേഹം പ്രത്യേകം എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നാഷണൽ ഡിഫൻസ് ടു പ്രൊട്ടക്ട് ദ നേഷൻ ഫ്രം എക്സ്റ്റേണൽ വയലൻസ് ആൻഡ് ഇൻവേഷൻസ്. ഇപ്പോ നമുക്ക് ഒരു നേഷനെ അല്ലെ പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നാഷണൽ ഡിഫൻസ് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അപ്പൊ നമുക്ക് എക്സ്റ്റേണൽ വയലൻസോ അല്ലെ പുറത്തു നിന്നുള്ള ആക്രമണങ്ങളോ അല്ലെങ്കിൽ ഇൻവേഷൻസ് അല്ലെ പുറത്തു നിന്നുള്ള എന്താ പറയുക കടന്നുകയറ്റമോ ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് എന്താവശ്യമാണ്? നാഷണൽ ഡിഫൻസ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അടുത്തത് എസ്റ്റാബ്ലിഷിംഗ് എ സിസ്റ്റം ടു ജസ്റ്റിസ് ടു പ്രൊവൈഡ് ഇന്റേണൽ ലോ ആൻഡ് ഓർഡർ ടു പ്രൊട്ടക്ട് പ്രോപ്പർട്ടി. ഇപ്പൊ നമുക്ക് നീതി എന്ന് പറയുന്നത് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നീതി എന്ന് പറയുന്നത് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ടു പ്രൊവൈഡ് ഇന്റേണൽ ലോ ആൻഡ് ഓർഡർ ടു പ്രൊട്ടക്ട് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി പ്രൊട്ടക്ട് ചെയ്യുന്നതിനും അതേപോലെ തന്നെ ജസ്റ്റിസ് നിലനിൽക്കുന്നതിനൊക്കെ എന്ത് ചെയ്യണം? ഒരു ഇന്റേണൽ ലോ ആൻഡ് ഓർഡർ പ്രൊവൈഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. മൂന്നാമതായിട്ട് എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ഹൈലി ബെനഫിഷ്യൽ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പബ്ലിക് വർക്ക്സ്, റോഡ്സ്, ബ്രിഡ്ജസ്, കനാൽസ്, ഹാർബേഴ്സ് ആൻഡ് പോസ്റ്റൽ സിസ്റ്റം ദാറ്റ് പ്രോഫിറ്റ് സീക്കിംഗ് ഇൻഡിവിജ്വൽ മേ നോട്ട് ബി ഏബിൾ ടു എഫിഷ്യന്റ്ലി ബിൽഡ് ആൻഡ് ഓപ്പറേറ്റ്. പറയുന്നു ഹൈലി, അതായത് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വളരെ ബെനഫിഷ്യൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും പബ്ലിക് വർക്ക്സുകളായിട്ടുള്ള റോഡ്, ബ്രിഡ്ജസ്, കനാല്, ഹാർബേഴ്സ്, പോസ്റ്റൽ സിസ്റ്റം, പ്രോഫിറ്റ്, ഓരോ വ്യക്തികൾക്കും കിട്ടേണ്ട ലാഭങ്ങള് അല്ലെ, ഇങ്ങനെയുള്ളതെല്ലാം എന്താണ് എഫിഷ്യന്റ് ആയിട്ട് ബിൽഡ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും ഇത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും എന്താണ് ഗവൺമെന്റിന്റെ റോളിൽ വരണം എന്നാണ് ആര് പറയണത്? സ്മിത്ത് പറയണത്. ഓക്കെ, അപ്പൊ ഡിഫൻസിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് വേണം, അതേപോലെ തന്നെ ജസ്റ്റിസിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് വേണം, അതേപോലെ തന്നെ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കാര്യത്തിലും ഗവൺമെന്റിന് റോൾ ഉണ്ടായിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. 1930 നമുക്കറിയാം ഏറ്റവും ഗ്രേറ്റ് ഡിപ്രഷൻ വന്നിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു 1930 എന്ന് പറയുന്നത്. അവിടെ എക്കണോമിയിൽ സ്റ്റേറ്റിന്റെ റോൾ എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലെ. ട്രഡീഷണൽ ഫങ്ഷൻസ് അതേപോലെ തന്നെ സപ്ലിമെന്റും എക്കണോമിക് ഫങ്ഷൻസും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും അവിടുത്തെ ആ ഒരു എക്കണോമിക് ഡിപ്രഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഇന്റർവെൻഷൻ എക്കണോമിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഉണ്ടായത് എന്നുള്ളതാണ് പലരുടെയും അഭിപ്രായം ഉണ്ടായിരുന്നത്. അപ്പോ ആ ഒരു എക്കണോമീസ് ആൾ ഓഫ് ദം എഗ്രി ടു വൺ പോയിന്റ് ദാറ്റ്, അപ്പൊ എല്ലാ എക്കണോമികളും ഒരേപോലെ എഗ്രി ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ആർ എക്സ്പെക്ടഡ് ടു പ്ലേ എ മേജർ റോൾ ഇൻ ദ എക്കണോമി. എക്കണോമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് ഗവൺമെന്റിനുണ്ട് എന്നുള്ളത് ഒരു സമയത്ത് ഒരു പോയിന്റ് ഒറ്റ പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരും എഗ്രി ചെയ്യുന്നുണ്ട്. ഈ ഗവൺമെന്റ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് എക്കണോമിയുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പെർഫോമൻസിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതും അവർ മനസ്സിലാക്കി. പിന്നീട് റിച്ചാർഡ് മസ്ഗ്രാവ് ഇൻ ക്ലാസിക്കൽ ട്രീറ്റീസ് ദ തിയറി ഓഫ് പബ്ലിക് ഫിനാൻസ് 1959 ദ തിയറി ഓഫ് പബ്ലിക് ഫിനാൻസ് എന്ന പേരിൽ റിച്ചാർഡ് മസ്ഗ്രേവ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു 3 batch ടാക്സോണമി ഓഫ് ദ റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ എ മാർക്കറ്റ് എക്കണോമി. മാർക്കറ്റ് എക്കണോമിയിൽ ഗവൺമെന്റിന്റെ റോളും അതേപോലെ തന്നെ 3 batch ടാക്സോണമി എന്നുള്ളതും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1959 മസ്ഗ്രേവ് വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗവൺമെന്റിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതിലൊന്ന് റിസോഴ്സ് അലോക്കേഷൻ. ഓക്കെ, അതായത് ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത് 3 മെയിൻ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഒന്ന് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യാന്നുള്ളതും, 2 ഇൻകം ഡിസ്ട്രിബ്യൂഷൻ വരുമാന വിതരണം എന്ന് പറയുന്നതും, മാക്രോ എക്കണോമിക് സ്റ്റെബിലൈസേഷൻ അല്ലെ. അപ്പൊ ഈ 3 കാര്യങ്ങൾ, ഒന്ന് ടു എൻഷുർ എഫിഷ്യൻസി അല്ലെ, റിസോഴ്സ് അലോക്കേഷൻ ഉണ്ടാകുമ്പോഴാണ് നല്ല എഫിഷ്യൻസി ഉണ്ടാവുന്നത്.
പിന്നെ ഇൻകം ഡിസ്ട്രിബ്യൂഷനും ഗ്യാരണ്ടി ഫെയർനെസ് കൊടുക്കുമ്പോഴാണ് എല്ലാവർക്കും തുല്യത എന്ന് പറയുന്നത് വരുന്നത്. മാക്രോ എക്കണോമിക് സ്റ്റെബിലൈസേഷൻ ടു എൻഷുർ പ്രൈസ് സ്റ്റെബിലിറ്റി, അല്ലെ? പ്രൈസ് സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിലേ നമുക്ക് മാർക്കറ്റ് എക്കണോമിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിലനിൽക്കാനും നമുക്ക് സാധിക്കുള്ളൂ. ഓക്കെ, then the allocation distribution function primarily മൈക്രോ എക്കണോമിക് ഫങ്ഷൻസ്. ഈ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഫസ്റ്റ് റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറഞ്ഞു, അല്ലെ? ഈ അലോക്കേഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ മൈക്രോ എക്കണോമിക് ഫങ്ഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം മാക്രോ എക്കണോമിക് ഫങ്ഷൻസ് സ്റ്റെബിലൈസ് ചെയ്യുക എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അലോക്കേഷൻ ഫംഗ്ഷൻ എയിം ചെയ്യുന്നത് നമ്മുടെ എക്കണോമിക് സിസ്റ്റം അതായത് ഇൻഎഫിഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെ, അതിനെ കറക്റ്റ് ചെയ്യുക, കറക്റ്റ് സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെൽത്തും, അല്ലെ, ഇൻകവും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ്. മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസിയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റിയും എക്കണോമിക് ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും എംപ്ലോയ്മെന്റ് ഹൈ ലെവൽ ഓഫ് എംപ്ലോയ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യാനും പ്രൈസ് സ്റ്റെബിലിറ്റി ഒക്കെ കൊണ്ടുവരാൻ ആകെ ഉപയോഗിക്കുന്നത് ഒന്നും അല്ലെങ്കിൽ മോണിറ്ററിയും അല്ലെങ്കിൽ ഫിസിക്കൽ പോളിസീസ് ഒക്കെയാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നാഷണൽ ബഡ്ജറ്റ് ജനറൽ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ എക്കണോമിക് പോളിസി എന്ന് പറയുമ്പോൾ ഗവൺമെന്റും ഗവൺമെന്റിന്റെ പലതരത്തിലുള്ള ഫങ്ഷൻസും ഒക്കെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടതാണ്. അതേപോലെ തന്നെ 3 പ്രധാനപ്പെട്ട ഫ്രെയിംവർക്കുകളാണ്, റെസ്പോൺസിബിലിറ്റികളാണ് ഗവൺമെന്റിന് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് സിസ്റ്റം ഈസ് ഒപ്റ്റിമൽ ഓർ എഫിഷ്യന്റ് സ്കേഴ്സ് റിസോഴ്സ് ദാറ്റ് അവൈലബിൾ ടു പുട്ട് ദെയർ ബെസ്റ്റ് യൂസ്, നോ വേസ്റ്റേജ് ദർ. എക്കണോമിക് എഫിഷ്യൻസി ഇൻഡിക്കേറ്റ് സിറ്റുവേഷൻ resources are allocated to serve each person in best way possible, minimizing waste and inefficiency. അതായത് ഒരു എക്കണോമിക് സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമുക്കറിയാം, അതായത് റിസോഴ്സുകളെല്ലാം സ്കേഴ്സ് ആണ്, അല്ലെ? അപ്പൊ അത് എന്ത് ചെയ്യണം, അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ മാക്സിമം നമ്മൾ അലോക്കേറ്റ് ചെയ്യണം, അതും എഫിഷ്യന്റ് ആയിട്ട്. ഓക്കെ, അവിടെ നമ്മൾ ഒരിക്കലും റിസോഴ്സുകളൊന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. എക്കണോമിക് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ, അല്ലെ, റിസോഴ്സുകളെല്ലാം വളരെ സിവിയർ ആയിട്ട് ഓരോ പേഴ്സണും ബെസ്റ്റ് വേ പോസിബിൾ ആയിട്ട് കൊണ്ട് മിനിമം വേസ്റ്റേജും ഇൻഎഫിഷ്യൻസി മിനിമൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പ്രൈവറ്റ് സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം റിസോഴ്സ് അലോക്കേഷൻ ക്യാരക്ടറൈസ് ചെയ്യുന്നത് മാർക്കറ്റ് സപ്ലൈ ഡിമാൻഡ് ആൻഡ് പ്രൈസിൽ മെക്കാനിസത്തിലാണ്. കാരണം ഇവരുടെ പ്രൊഡ്യൂസേഴ്സിന്റെ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്രോഫിറ്റ് മോട്ടീവ്സ് ആണ്, അല്ലെ? അപ്പൊ ആ പ്രോഫിറ്റ് മോട്ടീവ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, പ്രോഫിറ്റ് മോട്ടീവ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, അതിന്റെ ഇമ്പോർട്ടൻസിനനുസരിച്ച്, അല്ലെ, വളരെ നല്ല രീതിയിലാണ് എന്ത് ചെയ്യുന്നത്. കാരണം എന്താണ്, ഇവിടെ പ്രൈവറ്റ് സെക്ടർ ആയതുകൊണ്ട് റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് സപ്ലൈയും ഡിമാൻഡും പ്രൈസ് മെക്കാനിസം ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ റവന്യൂ, എക്സ്പെൻഡിച്ചർ ആക്ടിവിറ്റി, ഗവൺമെന്റൽ ബജറ്റ് എന്നെല്ലാം പറയുന്നതും ഒക്കെ എന്താണ്, സ്റ്റേറ്റ് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഇൻ ദ റിയൽ വേൾഡ് റിസോഴ്സ് അലോക്കേഷൻ ഈസ് ഡിറ്റർമിൻഡ് ബൈ ബോത്ത് മാർക്കറ്റ് ആൻഡ് ഗവൺമെന്റ്. നമ്മളുടെ റിയൽ വേൾഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്യുന്നത് മാർക്കറ്റും അതേപോലെ തന്നെ ഗവൺമെന്റിന്റെയും ഒരേപോലത്തെ ഉത്തരവാദിത്തത്തിൽ പെടുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഒരു മാർക്കറ്റ് എക്കണോമിയിൽ ഏറ്റവും വളരെ സീരിയസ് ആയിട്ടുള്ള പലതരത്തിലുള്ള ബേസിക് റെസ്പെക്റ്റുകളും ഇതൊക്കെ നടക്കുന്നുണ്ട്, അല്ലെ? ഇപ്പൊ പ്രൈവറ്റില് ഗുഡ്സ് സഫീഷ്യന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, മാർക്കറ്റിൽ ഇത് ചെയ്യുന്നു. പബ്ലിക് ഗുഡ്സുകളും അതേപോലെ തന്നെ മെറിറ്റ് ഗുഡ്സുകളും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ സഫീഷ്യന്റ് ആയിട്ട് തന്നെ സഫീഷ്യന്റ് ക്വാണ്ടിറ്റിയിൽ തന്നെ മാർക്കറ്റിൽ കിട്ടുന്നു. മിസ്സിംഗ് മാർക്കറ്റ്, നോൺ എക്സിസ്റ്റൻസ് ഓഫ് മാർക്കറ്റ് ഓഫ് വെറൈറ്റി ഓഫ് സിറ്റുവേഷൻസ്. അപ്പൊ മിസ്സിംഗ് മാർക്കറ്റുകളും നോൺ എക്സിസ്റ്റൻസ് ഓഫ് മാർക്കറ്റും ഒക്കെ പല വെറൈറ്റി സിറ്റുവേഷൻസിലും എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. വൈ ഡു മാർക്കറ്റ് ഫെയിൽ ടു ഗീവ് ദ റൈറ്റ് ആൻസർ ടു ക്വസ്റ്റ്യൻ
has to how the resource can be efficiently utilized and what goods should be produced and what quantities. അപ്പൊ നമുക്കറിയാം ഈ ഒരു മാർക്കറ്റില് നമുക്ക് പല കാര്യങ്ങളും പല ക്വസ്റ്റ്യൻസും അല്ലെ, റിസോഴ്സ് എങ്ങനെ വളരെ എഫിഷ്യന്റ് ആയിട്ട് വളരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും, എങ്ങനെ നമ്മൾ മിസ്അലൊക്കേഷൻ കുറച്ചുകൊണ്ട് എങ്ങനെ നമ്മൾ റിസോഴ്സ് വളരെയധികം നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരു രീതിയിലും ചോദ്യങ്ങൾ പല രീതിയിൽ വരുന്നുണ്ട്. അപ്പോ എന്നിരുന്നാലും നമ്മുടെ ലിമിറ്റഡ് റിസോഴ്സും ഒക്കെ ആണെന്നുണ്ടെങ്കിലും അത് നമ്മൾ എന്ത് ചെയ്യണം, എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യണം അല്ലെ. ഇപ്പോ നമുക്കറിയാം നമ്മുടെ റിയാലിറ്റിയിൽ നോക്കുമ്പോൾ മാർക്കറ്റ്സ് ആർ നെവർ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ്. മാർക്കറ്റ്സ് എന്ന് പറയുമ്പോൾ എല്ലാം എന്താണ്, പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് അല്ല. മാർക്കറ്റ് ഫെയിലിയർ ഹിൻഡേഴ്സ് എഫിഷ്യന്റ് അലോക്കേഷൻ റിസോഴ്സ് മെയിൻലി ഡ്യൂ ടു ഫോളോയിങ് റീസൺസ്. റിസോഴ്സുകൾ വളരെ എഫിഷ്യന്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ മാർക്കറ്റ് ഫെയിലിയർ ആവുന്നു, പരാജയപ്പെടുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് താഴെ പറയുന്നതാണ്. ഒന്ന്, ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് പ്രസൻസ് ഓഫ് മോണോപ്പൊളി പവർ. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് അല്ല നമ്മളുടെ എന്നുള്ളത് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മളുടെ മാർക്കറ്റ് എങ്ങനെയുള്ളതാണ്, ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനും മോണോപ്പൊളി പവർ പ്രസൻസും കാണപ്പെടുന്ന ഒന്നാണ് നമ്മളുടെ എന്ന് പറയുന്നത് അല്ലെ. അതേപോലെ തന്നെ അണ്ടർ പ്രൊഡക്ഷൻ ആണ്, നമുക്ക് വേണ്ടത്ര രീതിയിലുള്ള പ്രൊഡക്ഷൻ ഇല്ല, എന്നാലോ അണ്ടർ പ്രൊഡക്ഷനും ആണ്. അതേപോലെ തന്നെ ഹയർ പ്രൈസ് ദാൻ വുഡ് എക്സിസ്റ്റ് അണ്ടർ കണ്ടീഷൻ ഓഫ് കോമ്പറ്റീഷൻ അല്ലെ. അതേസമയം മാർക്കറ്റ് മേ ഫെയിൽ ടു കൺട്രോൾ അബ്യൂസ് മോണോപ്പൊളി പവർ. അതുകൊണ്ട് തന്നെ മാർക്കറ്റിന് മോണോപ്പൊളി പവർ കൺട്രോൾ ചെയ്യുന്നതിൽ എന്ത് ചെയ്യുന്നു, പരാജയം സംഭവിക്കുകയാണ്. ഓക്കെ, ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്, പക്ഷെ മോണോപ്പൊളി പവർ പ്രസൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഡിഫറെന്റ് ഡിഗ്രീസ് ഓഫ് അണ്ടർ പ്രൊഡക്ഷനും ഹയർ പ്രൈസും ആണ് നമുക്ക് നിലനിൽക്കുന്നത്. ഈ ഒരു കണ്ടീഷനിലുള്ള കോമ്പറ്റീഷനിൽ നമുക്കറിയാം മോണോപ്പൊളിയെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നതിൽ നമ്മൾ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. Market typically failed to provide collective public goods such as defense, which are by their very nature consumed in common by all people. ഇപ്പൊ നമുക്കറിയാം മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ടിപ്പിക്കലി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ, പബ്ലിക് ഗുഡ്സുകൾ, അതായത് ഡിഫൻസ്, അതേപോലെ തന്നെ നേച്ചർ, എല്ലാ ജനങ്ങൾക്കും വേണ്ടി കൺസ്യൂം ചെയ്യുന്ന അത്തരത്തിലുള്ള ഗുഡ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതും നമ്മൾ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെ. എന്നാൽ എല്ലാ ആളുകൾക്കും കോമൺ ആയിട്ട് നമുക്ക് കൺസ്യൂമിങ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല അല്ലെ. എന്നാൽ ഡിഫൻസിനോ അതും നമുക്ക് പറ്റുന്നില്ല, എന്നാൽ വെരി നേച്ചറോ അതും നമുക്ക് സാധിക്കുന്നില്ല അല്ലെ. മാർക്കറ്റ് ടിപ്പിക്കലി ഫെയിൽഡ് ടു പ്രൊവൈഡ് കളക്റ്റീവ് പബ്ലിക് ഗുഡ്സ്. പബ്ലിക് ഗുഡ്സ് കളക്റ്റീവ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതിലും നമ്മൾ മാർക്കറ്റ് പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. Incomplete market failed to produce right quantity merit goods such as education and health care. നമുക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള മാർക്കറ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് മെറിറ്റ് ഗുഡ്സ് നമുക്ക് ശരിയായ രീതിയിലുള്ള ഒരു മെറിറ്റ് ഗുഡ്സ് ക്വാണ്ടിറ്റി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല, അതിൽ നമുക്ക് പരാജയം സംഭവിക്കുകയാണ്. അതായത് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ എന്നൊക്കെ പറയുന്നത് ഒരു മെറിറ്റ് ഗുഡാണ് അല്ലെ. അപ്പൊ ആ മെറിറ്റ് ഗുഡ് എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഹെൽത്ത് കെയർ ആണെന്നുണ്ടെങ്കിലും അതൊക്കെയും നമ്മൾ എന്താ പറയാ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നമ്മൾ വളരെയധികം ഫെയിലിയർ ആവാണ്. കാരണം എഡ്യൂക്കേഷനും ഹെൽത്തും വളരെ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ അത് നമ്മൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല. അപ്പൊ അവിടെയും നമ്മൾ മാർക്കറ്റിൽ ഫെയിലിയർ ആയിട്ട് കാണപ്പെടുന്നു. Common property resources as are overused and exhausted in individual pursuit on self-interest. ഇപ്പൊ നമുക്കറിയാം കോമൺ പ്രോപ്പർട്ടി റിസോഴ്സ്, ഇപ്പൊ എൻവയോൺമെന്റ്, നമ്മുടെ പരിസ്ഥിതി എന്ന് പറയുന്നത് കോമൺ പ്രോപ്പർട്ടി റിസോഴ്സ് ആണ് അല്ലെ. അപ്പൊ ഇത് ഓവർ യൂസ്ഡ് ആയിട്ട് എന്താ പറയാ, അതായത് വ്യക്തികളുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഓവറായിട്ട് യൂസ് ചെയ്യുന്നു നമ്മുടെ പരിസ്ഥിതിയെ. ഓക്കെ, അതും നമ്മുടെ ഒരു ഫെയിലിയർ ആണ്. പിന്നെയോ externalities which arise when production consumption of goods and service are third parties.
അതായത് നമുക്കറിയാം ഈ ഒരു പ്രൊഡക്ഷനും കൺസംഷനും അല്ലെ ഒക്കെ എന്ത് ചെയ്യാണ് കൂടുകയാണ് കൂടി 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 വരുമ്പോ തേർഡ് പാർട്ടീസിനെ അത് വളരെയധികം എഫക്ട് ചെയ്യുന്നു എന്ന് പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പൊല്യൂഷൻ എന്ന് പറയുന്നത് കൂടി വരികയാണ്. ഓക്കെ, ഓവർ പ്രൊഡക്ഷനും അതേപോലെ തന്നെ പ്രൊഡക്ഷനും കൺസംഷനും ഒക്കെ കൂടി കൂടി വരുന്നതിനനുസരിച്ച് അത് തേർഡ് പാർട്ടിയെ അഫക്ട് ചെയ്യുന്നു. അതായത് എന്താണ്, പൊല്യൂഷൻ എന്ന് പറയുന്നത് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഫാക്ടർ ഇമ്മൊബിലിറ്റി വിത്ത് കോസസ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഇൻഎഫിഷ്യൻസി. നമുക്കറിയാം ഇംപെർഫെക്റ്റ് അൺഎംപ്ലോയ്മെന്റും ഇൻഎഫിഷ്യൻസിയും കാരണം എന്താണ്, നമുക്ക് ഫാക്ടർ ഇമ്മൊബിലിറ്റി ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇംപെർഫെക്റ്റ് ഇൻഫോർമേഷൻ ബിക്കോസ് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മളുടെ ഇൻഫോർമേഷൻസ് എന്ന് പറയുമ്പോൾ അത് എന്ത് ചെയ്യുന്നു, ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് ഫുൾ ഇൻഫോർമേഷൻസ് കൊടുക്കുമ്പോൾ അത് എന്താണ്, വലിയ താല്പര്യം ഇല്ലാത്ത രീതിയിലൊക്കെ ആയിരിക്കും വരിക. അതായത് ഒരു ഇൻഫോർമേഷൻ മറ്റൊരാളിലേക്ക് എത്തുമ്പോൾ അത് വളരെ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫെയിലിയർ ആവുന്നു എന്നുള്ളത് പറയപ്പെടുന്നു. പിന്നെ ഇൻകത്തിന്റെയും വെൽത്തിന്റെയും കാര്യത്തിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ ഇനീക്വാളിറ്റി ആണ് എന്ത് ചെയ്യുന്നത്, കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും റീസൺസ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ ഇവരുടെ എല്ലാവരുടെയും ഇവിടെ എല്ലായിടത്തും പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനാണ് തുടക്കം കുറിക്കുന്നത്. പബ്ലിക് ഫിനാൻസ് ഈസ് കണക്റ്റഡ് വിത്ത് എക്കണോമിക് മെക്കാനിസം should ideally lead to effective and optimal allocation of limited resources. ഈ പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത് നമ്മളെ കണക്ട് ചെയ്യുന്നത് ലിമിറ്റഡ് റിസോഴ്സുകൾ വളരെ ഒപ്റ്റിമൽ ആയിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്യുക, വളരെ എഫിഷ്യന്റ് ആയിട്ട് വളരെ നല്ല രീതിയിൽ അത് അലോക്കേറ്റ് ചെയ്യുക. അത് അലോക്കേറ്റ് ചെയ്യാനുള്ള ഒരു എക്കണോമിക് മെക്കാനിസംസിനെയാണ് നമ്മൾ പബ്ലിക് ഫിനാൻസ് എന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ലോജിക്കലി നമ്മൾ മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഗവൺമെന്റ് ഇന്റർവെൻഷൻ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഗവൺമെന്റ് ഇന്റർവെൻഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ പലതരത്തിലുള്ള പരാജയപ്പെടലുകൾ, പലതരത്തിലുള്ള മിസ്അലോക്കേഷൻ ഓഫ് റിസോഴ്സ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, സംഭവിക്കാറുണ്ട്. പല എന്താ പറയാ മെറിറ്റുകൾ, ടു ലിറ്റിൽ ഓഫ് മെറിറ്റ് ഗുഡുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഡീമെറിറ്റ് ആയിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഗവൺമെന്റിന്റെ ഒരു ഇൻവോൾവും റെസ്പോൺസിബിലിറ്റിയും ഇതിന്റെ കാര്യത്തിൽ വളരെയധികം അത്യാവശ്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഉണ്ടെങ്കിൽ റിസോഴ്സ് അലോക്കേഷൻ വളരെ വളരെ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ നടക്കുള്ളൂ. അതേപോലെ തന്നെ പ്രോപ്പർട്ടി റൈറ്റ്സുകളും അല്ലെ നെസസറി ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സും ഒക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ലോയും എൻഫോഴ്സ്മെന്റും കോർട്ടും ഒക്കെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, ഗവൺമെന്റ് വേണം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് പറയാണ്. അപ്പൊ നമുക്കറിയാം ഗവൺമെന്റ് പലതരത്തിലുള്ള പോളിസികളൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ റിസോഴ്സുകൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നത്, അത് അലോക്കേറ്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഗവൺമെന്റിന് നമ്മളുടെ എക്കണോമിക് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റിന് നല്ല രീതിയിൽ എക്സ്പെൻഡിച്ചർ ഉണ്ട് അല്ലെ. അപ്പൊ അതിന് എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് ടാക്സ് പോളിസികളാണ് പ്രധാനമായിട്ടും ബഡ്ജറ്റ് ഡിറ്റർമിൻസ് ചെയ്യുമ്പോൾ അതായത് അലോക്കേറ്റിംഗ് ഫംഗ്ഷൻ ഇൻ ബഡ്ജറ്റിംഗ് ഡിറ്റർമിൻസ്. കാരണം ബഡ്ജറ്റ് എന്നുള്ളതിലൂടെയാണ്, ഗവൺമെന്റിന്റെ ബഡ്ജറ്റിങ്ങിലൂടെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ അതില് ബഡ്ജറ്റിംഗ് അലോക്കേറ്റീവ് ആയിട്ടുള്ള ബഡ്ജറ്റ് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഹു ആൻഡ് വാട്ട് വിൽ ബി ടാക്സ്ഡ്, ആര് അല്ലെ, ഹു ആര്, വാട്ട് വിൽ ബി ടാക്സ്ഡ് എന്താണ് ടാക്സ് ചെയ്യേണ്ടത്, ഹൗ മച്ച് എത്ര വേണം അല്ലെ, വാട്ട് ദ ഗവൺമെന്റ് റവന്യൂ വിൽ ബി സ്പെൻഡ് ഏതാണ് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യേണ്ടത് എത്രയാണ് അല്ലെ, എന്താണ്. The process which total resource of the economy are divided among various uses. നമുക്കറിയാം ടോട്ടൽ റിസോഴ്സ് എന്ന് പറയുന്നത് എക്കണോമിയിൽ പല യൂസസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ഡിവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അതേപോലെ തന്നെ വേരിയസ് സോഷ്യൽ ഗുഡ്സ്, പബ്ലിക് ഗുഡ്സുകൾ, മെറിറ്റ് ഗുഡ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് രണ്ടും, ഇപ്പൊ സോഷ്യൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ പബ്ലിക് ഗുഡും മെറിറ്റ് ഗുഡും വരും. സോ ഈ വേരിയസ് സോഷ്യൽ ഗുഡ്സ് എന്ന് പറയുന്നത് ഒപ്റ്റിമം മിക്സിൽ കൊടുക്കണം. പബ്ലിക് ഗുഡ്സിന് കുറെ കൊടുക്കാനും പറ്റില്ല, മെറിറ്റ് ഗുഡിന് കുറെ കൊടുക്കാനും പറ്റില്ല. രണ്ടും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ പോകണം.
അല്ലെ? അപ്പൊ നമ്മളുടെ നാഷണൽ ഇക്കോണമിയിലെ പബ്ലിക് സെക്ടറിന്റെ ഇൻവോൾവ്മെന്റിന്റെ ലെവൽ എന്ന് പറയുന്നതും ഈ ഒരു ബഡ്ജറ്റിന്റെയും ടാക്സ് പോളിസിയുടെയും എക്സ്പെൻഡിച്ചറിന്റെ ഒക്കെ ഭാഗമായിട്ട് നടക്കുകയാണ്. Reallocation of society's resources from private use to public use. ഓക്കെ, അപ്പോ റീഅലോക്കേഷൻ ഓഫ് സൊസൈറ്റി റിസോഴ്സും അതേപോലെ തന്നെ പ്രൈവറ്റ് അതേപോലെ തന്നെ പബ്ലിക് യൂസുകൾ എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് വളരെ നല്ല രീതിയിൽ നമ്മുടെ സൊസൈറ്റിയിൽ എന്ത് ചെയ്യാൻ പറ്റണം, റീഅലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കണം. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം വെറൈറ്റി ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെയാണ് നമ്മളെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, റിസോഴ്സ് എക്കണോമിയിൽ നമ്മളെ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണ് എക്സാമ്പിൾ എന്നുള്ളത് നോക്കാം. ഒന്ന്, ഗവൺമെന്റ് മേ ഡയറക്ട്ലി പ്രൊഡ്യൂസ് എക്കണോമിക് ഗുഡ്. ഇപ്പൊ നമുക്കറിയാം ഗവൺമെന്റ് പല പ്രൊഡക്റ്റുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്ട്ലി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഏതൊക്കെയാണ്? ഒന്ന്, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ഒക്കെ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഡയറക്ട്ലി കൊണ്ടുവരുന്ന എക്കണോമിക് ഗുഡ് ആണ്. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മള് എന്താണ് വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്. ഗവൺമെന്റ് മേ യൂസ് ദ പ്രൈസ് മെക്കാനിസം. ഗവൺമെന്റ് പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. അപ്പൊ മാർക്കറ്റിലുള്ള പ്രൈസും അതേപോലെ തന്നെ ഡിമാൻഡും സപ്ലൈയും അതേപോലെ തന്നെ ടാക്സ്, സബ്സിഡി ഇല്ലേ, ഇതെല്ലാം പ്രൈസ് മെക്കാനിസത്തിൽ ഉൾപ്പെടുന്നതാണ്. പ്രൈവറ്റ് അലോക്കേഷൻ പോളിസികളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് ഇതെല്ലാം അല്ലെ? അതേപോലെ തന്നെ കൺസ്യൂമേഴ്സിനും പ്രൊഡ്യൂസേഴ്സിന്റെയും ബിഹേവിയറൽ ചേഞ്ചും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നു. അതേപോലെ തന്നെ ഗവൺമെന്റ് ഡയറക്റ്റ് റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറയുന്നത്, അതേപോലെ തന്നെ ഇൻസെന്റീവ്, ഡിസ്ഇൻസെന്റീവ്, അതായത് ടാക്സ് കൺസെഷൻസ്, സബ്സിഡി, ഇതെല്ലാം ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലും അതേപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ പ്രൊമോട്ട് ചെയ്യുന്നതിനും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഈ നമ്മുടെ എന്താ പറയാ സിഗരറ്റ്, ആൽക്കഹോള് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഹയർ പ്രൈസ്, കാരണം അതിന്റെ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അതായത് നമ്മളുടെ സോഷ്യൽ വെൽഫെയറിനെ ബാധിക്കുന്ന പ്രൊഡക്റ്റുകളാണ്, പക്ഷെ അത് ഉപയോഗിക്കാതിരിക്കണ്ട എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പ്രൈസ് അത്തരത്തിലുള്ള സിഗരറ്റ്, ആൽക്കഹോള് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളുടെ ഒക്കെ എന്ത് ചെയ്യാണ്, ടാക്സ് വളരെയധികം കൂടുതലായിട്ട് ഇമ്പോസ്. ഗവൺമെന്റ് മേ ഇൻഫ്ലുവൻസ് അലോക്കേഷൻ ത്രൂ ലെജിസ്ലേഷൻ ആൻഡ് ഫോഴ്സ്. ഗവൺമെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇപ്പൊ ലെജിസ്ലേഷൻ ആണെങ്കിലും ഫോഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ നമുക്കറിയാം ഈ എന്താ പറയാ പ്ലാസ്റ്റിക് ഗുഡ്സുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബാൻ ചെയ്യുന്നു അല്ലെ? അതേപോലെ തന്നെ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ, ഈ പ്ലാസ്റ്റിക് ഗുഡ്സുകൾ എന്തിനു വേണ്ടിയിട്ടാ നമ്മൾ ബാൻ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാ ഗവൺമെന്റ്? കാരണം അത് പ്രൊഡക്ഷൻ എന്താണ് ഈ റിസോഴ്സ് എന്താ പറയാ പ്രൊഡക്ഷനെ വളരെയധികം ബാധിക്കും എന്നുള്ളത് കൊണ്ട് അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയെ വളരെയധികം പൊല്യൂഷൻ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് ഗുഡ്സുകൾ എന്ത് ചെയ്യുന്നത്, പ്രിവെന്റ് ചെയ്യുന്നത്. പിന്നെ കോമ്പറ്റീഷൻ പോളിസികള്, മെർജർ പോളിസികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രിയിലും കൊമേഴ്സിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. ഗവൺമെന്റ് റെഗുലേറ്ററി ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ലൈസൻസിങ്, കൺട്രോളിങ്, മിനിമം വേജ്, ഡയറക്റ്റീവ് ആൻഡ് ലൊക്കേഷൻ, ഇൻഡസ്ട്രി ഇൻഫ്ലുവൻസ്, റിസോഴ്സ് അലോക്കേഷൻ, ഇതെല്ലാം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഗവൺമെന്റ് എപ്പോഴും ലീഗൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിംവർക്ക് എപ്പോഴും സെറ്റ് ചെയ്യുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ഗവൺമെന്റ് പലതരത്തിലുള്ള കോമ്പിനേഷൻ ഓഫ് പോസിബിൾ റെമഡീസ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ എന്താ പറയാ നമ്മുടെ എക്കണോമി എല്ലാ റിസോഴ്സും വളരെ നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഉപയോഗിക്കുന്ന കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വരുന്നത് റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. എന്താണ് റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പൊ നമ്മളുടെ എക്കണോമിയില് എക്കണോമിക് ആക്ടിവിറ്റീസ് വളരെ നല്ല രീതിയിൽ നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടാണ് അഗ്രിഗേറ്റ് ഔട്ട്പുട്ടും അഗ്രിഗേറ്റ് വെൽത്തും ഒക്കെ വളരെയധികം ഇൻക്രീസ് ആവുന്നു എന്നുള്ളത്. നമുക്കറിയാം സോഷ്യലിസ്റ്റ് ഐഡിയോളജി പ്രകാരം
ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അല്ലെ. കാരണം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകവും വെൽത്തും എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇൻഡിവിജ്വൽസിന്റെയും സൊസൈറ്റിയുടെയും ഒക്കെ ഒരു കൂടിച്ചേരലും കാര്യങ്ങളൊക്കെ വളരെയധികം അതിൽ വരും. അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എ ബഡ്ജറ്റ് ഈസ് റിലേറ്റഡ് ടു ബേസിക് ക്വസ്റ്റ്യൻ ഓഫ് ഫോർ ഹൂം ഷുഡ് ആൻ എക്കോണമി പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇപ്പൊ ഡിസ്ട്രിബ്യൂട്ടീവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ബഡ്ജറ്റില് പ്രധാനമായിട്ടും ഒരു ബേസിക് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉയർന്നു വരുന്നു. ഫോർ ഹൂം, ആർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് അല്ലെ. അതായത് എക്കണോമിയിൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഗവൺമെന്റ് ക്യാൻ റീഡിസ്ട്രിബ്യൂട്ട് ഇൻകം ആൻഡ് വെൽത്ത് എയ്തർ ദ എക്സ്പെൻഡിച്ചർ സൈഡ് ത്രൂ ദ റവന്യൂ സൈഡ് ഓഫ് ദ ബഡ്ജറ്റ്. അപ്പൊ ഗവൺമെന്റ് ഇത് ഇൻകവും വെൽത്തും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് എക്സ്പെൻഡിച്ചർ സൈഡും അതേസമയം ഒന്ന് റവന്യൂ സൈഡും ആണ് ബഡ്ജറ്റിൽ വരുന്നത്. അപ്പൊ എക്സ്പെൻഡിച്ചർ സൈഡില് ഇപ്പൊ ഗവൺമെന്റ് എഡ്യൂക്കേഷൻ സബ്സിഡൈസ് ചെയ്യുന്നു, ഹെൽത്ത് കെയർ സബ്സിഡൈസ് ചെയ്യുന്നു, ഹൗസിംഗ്, ഫുഡ്, ബേസിക് ഗുഡ്സുകളെല്ലാം ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു, ഫ്രീ ആയിട്ടും സബ്സിഡി ആയിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ആർക്ക്? ഡിസേർവിംഗ് ആയിട്ടുള്ള പീപ്പിൾസിന്. ഇനി റവന്യൂ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ടാക്സേഷനിലൂടെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് സൈഡ്, ഒന്ന് എക്സ്പെൻഡിച്ചർ സൈഡും ഉണ്ട്, ഒന്ന് റവന്യൂ സൈഡും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് നല്ല രീതിയിലാണ് പ്രോപ്പർ ആയിട്ട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളത് ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, പറയാവുന്നതാണ്. എഫക്റ്റീവ് ഡിമാൻഡ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഒരു ഹൗസ് ഹോൾഡിന്റെ ലെവൽ ഓഫ് ഇൻകത്തിന്റെ ബേസിലാണ് എഫക്റ്റീവ് ഡിമാൻഡ് ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലെ. അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിയൽ ഔട്ട്പുട്ടിന്റെയും ബേസിൽ ചെയ്യാറുണ്ട്, ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഇവിടെ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? അപ്പൊ നമുക്കറിയാം അവിടെ ഈ ഒരു എഫക്റ്റീവ് ഡിമാൻഡ് അല്ലെ, എക്കണോമിക് ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓരോ വ്യക്തികളും ഓരോ ഫാമിലിക്കും സ്പെൻഡ് ചെയ്യുന്ന സൊസൈറ്റിയിലെ ഓരോ യൂണിറ്റിനും പല രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റ് ഫങ്ഷൻസ്, ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് കാണുന്നത്. സോ നമുക്ക് നോക്കാം ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ലക്ഷ്യം എന്തൊക്കെയാണ്. ഓക്കെ, അതായത് റീഡിസ്ട്രിബ്യൂഷൻ ടു ഇൻകം അല്ലെ. റീഡിസ്ട്രിബ്യൂഷൻ ടു ഇൻകം എന്ന് പറയുമ്പോൾ അവിടെ ടു അച്ചീവ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സൊസൈറ്റൽ ഔട്ട്പുട്ട് എമൗണ്ട്. ഈ റീഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് കൊണ്ട്, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എന്നുള്ളത് കൊണ്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് എയിം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൊസൈറ്റിയിൽ ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് വരുന്നത് ഹൗസ് ഹോൾഡ് എൻഷുറിംഗ് ഇൻക്രീസ്ഡ് ഓവറാൾ സോഷ്യൽ വെൽഫെയർ അല്ലെ. പിന്നെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഇങ്ങനെ റീഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിലൂടെ സോഷ്യൽ വെൽഫെയർ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഹൗസ് ഹോൾഡിന് സോഷ്യൽ വെൽഫെയർ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് അഡ്വാൻസിങ് ദ വെൽബീയിങ് ഓഫ് ദോസ് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി who suffer from deprivation of different types. വിവിധ തരത്തിലുള്ള ഡിപ്രീവിയേഷൻ സഫർ ചെയ്യുന്ന സൊസൈറ്റിയിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും വെൽബീയിങ് അഡ്വാൻസ് ചെയ്യുക എന്നുള്ളതും ഗവൺമെന്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എയിമാണ്. പിന്നെയോ പ്രൊവൈഡിങ് ഇക്വാലിറ്റി ഓഫ് ഇൻകം, വെൽത്ത് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കുന്നു, വെൽത്ത് എല്ലാവർക്കും കൊടുക്കുക, ഇൻകം എല്ലാവർക്കും ഈക്വൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ദെൻ അറ്റ് ലാസ്റ്റ് വൺ പ്രൊവൈഡിങ് സെക്യൂരിറ്റി. സെക്യൂരിറ്റി കൊടുക്കുക അല്ലെ. അതായത് എന്താ പറയാ, ബേസിക് നീഡ്സിന്റെ രീതിയിലൊക്കെ അതെ. അതായത് എല്ലാവർക്കും ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എത്തിക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയിമാണ്. ഓക്കെ, ഇപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് പെർഫോം ചെയ്യുന്നത് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ ചെയ്യുന്നത്? അതായത് ടാക്സേഷൻ പോളിസി ഗവൺമെന്റ് വിയർ ബൈ പ്രോഗ്രസീവ് ടാക്സേഷൻ ഓൺ ദ റിച്ച് കമ്പൈൻഡ് വിത്ത് പ്രൊവിഷൻ ഓഫ് സബ്സിഡി ടു ദ പുവർ ഹൗസ് ഹോൾഡ്.
ഇപ്പൊ ടാക്സേഷൻ പോളിസി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു നല്ലതാണ്. കാരണം റിച്ച് ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്നും വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ടാക്സേഷൻ എന്ന് പറയുന്നത് മേടിച്ചിട്ട് പുവർ ഹൗസ് ഹോൾഡിന് സബ്സിഡി പ്രൊവിഷൻ കൊടുക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഒരു വലിയൊരു എന്താ പറയാ പ്രധാനപ്പെട്ടതായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെയോ പ്രൊസീഡ് ഫ്രം പ്രോഗ്രസീവ് ടാക്സസ് യൂസ്ഡ് ഫ്രം ഫിനാൻസിങ് പബ്ലിക് സർവീസ്. പബ്ലിക് സർവീസുകളിൽ നിന്നും ഫിനാൻസ് യൂസ് ചെയ്തിട്ടും പ്രോഗ്രസീവ് ടാക്സുകളൊക്കെ പ്രൊസീഡ് ചെയ്തിട്ടും ലോ ഇൻകം ഹൗസ് ഹോൾഡിന് എന്താ പറയാ ബെനഫിറ്റ് കൊടുത്തുകൊണ്ടും അല്ലെ, അതേപോലെ തന്നെ അതായത് പ്രത്യേകിച്ച് ലോ ഇൻകം ഹൗസ് ഹോൾഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം BPL ഹൗസ് ഹോൾഡിന് പ്രൈസ് കുറയ്ക്കുക, സബ്സിഡി ഒക്കെ കുറച്ചുകൊണ്ട് ഫുഡ് ഗ്രെയിൻസ് മറ്റേ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അതൊക്കെ റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതാണ്. എംപ്ലോയ്മെന്റ് റിസർവേഷൻ ആൻഡ് പ്രിഫറൻസ് ടു പ്രൊട്ടക്ട് certain segment of the population, മിനിമം വേജ്, മിനിമം സപ്പോർട്ട് പ്രൈസ് ഫോർ ഫാമേഴ്സ്, ദെയർ ഔട്ട്പുട്ട്. എംപ്ലോയ്മെന്റ് റിസർവേഷനുകളും കൊടുക്കുന്നുണ്ട്. പിന്നെയോ അതേപോലെ തന്നെ ചില സെഗ്മെന്റുകൾ അല്ലെ, പോപ്പുലേഷൻ സെഗ്മെന്റുകൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിഫറൻസുകൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മിനിമം വേജും മിനിമം സപ്പോർട്ടിംഗ് പ്രൈസ് ഒക്കെ ഫാമേഴ്സിനും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റുകൾ, ട്രാൻസ്ഫർ പേയ്മെന്റുകൾ, അതേപോലെ തന്നെ അണ്ടർ പ്രിവിലേജിന് കൊടുക്കുന്ന സപ്പോർട്ട്, ഡിപ്പെൻഡന്റ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന സപ്പോർട്ട്, വിവിധ തരത്തിലുള്ള സപ്പോർട്ടുകൾ, ഓൾഡർ സിറ്റിസൺസിനും അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ കൊടുക്കുന്ന സപ്പോർട്ടുകൾ, ഇതൊക്കെയും ഗവൺമെന്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. പിന്നെ ഫാമിലീസ് ബിലോ ദ പോവർട്ടി ലൈൻ ആർ പ്രൊവൈഡഡ് വിത്ത് മോണിറ്ററി എയ്ഡ് ആൻഡ് എയ്ഡ് ഇൻ കൈൻഡ്. ഇപ്പൊ ചില ഫാമിലികൾ എന്ന് പറയുമ്പോൾ പോവർട്ടി ലൈനിന് താഴെ വരുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടതായിട്ടുള്ള മോണിറ്ററി എയ്ഡ് ഒക്കെ കൊടുക്കുന്നതും ഗവൺമെന്റിന്റെ റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ പെടുന്നതാണ്. റെഗുലേഷൻ ഓഫ് മാനുഫാക്ചർ ആൻഡ് സെയിൽ ഓഫ് സർട്ടൻ പ്രൊഡക്റ്റ് ടു എൻഷുർ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന്റെ നല്ല ക്ഷേമവും ഹെൽത്തും ഒക്കെ എൻഷുർ ചെയ്യുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുക എന്നുള്ളത് മാനുഫാക്ചറിംഗ് റെഗുലേഷന്റെ ഭാഗമാണ്. സ്പെഷ്യൽ സ്കീംസ് ഫോർ ബാക്ക്വേർഡ് റീജിയൻ ആൻഡ് വൾണറബിൾ സെക്ഷൻ ഓഫ് ദ പോപ്പുലേഷൻ അല്ലെ, പോപ്പുലേഷനിലെ വൾണറബിൾ സെക്ഷൻസിനും അതേപോലെ തന്നെ ബാക്ക്വേർഡ് റീജിയൻ സ്കീമിലുള്ള ആളുകൾക്കൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതും റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് എന്തില് റീഡിസ്ട്രിബ്യൂഷനിൽ പറയുന്നത്. ഇനി സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ എന്നുള്ളത് എന്താണെന്ന് നോക്കാം. സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ നമുക്കറിയാം, മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നിലനിൽക്കുന്നത് താഴെ പറയുന്ന കാര്യങ്ങളിലാണ്. ഒന്ന്, an economy's output matches its production capacity. ഒരു എക്കണോമിയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അവിടുത്തെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുമായിട്ട് എപ്പോഴും മാച്ച് ആയിരിക്കും. എക്കണോമി ടോട്ടൽ സ്പെൻഡിങ് എന്ന് പറയുന്നത് ടോട്ടൽ ഔട്ട്പുട്ടുമായിട്ട് മാച്ച് ആയിരിക്കും. എക്കണോമിയിലെ ലേബർ സോഴ്സും അതേപോലെ തന്നെ ഫുൾ എംപ്ലോയിഡും എന്ന് പറയുന്നതും എന്താണ്, അതായത് ലേബർ റിസോഴ്സുകളെല്ലാം ഫുള്ളി എംപ്ലോയിഡ് ആയിട്ട് അത് കാണപ്പെടുന്നു. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ലോയോ അല്ലെങ്കിൽ സ്റ്റേബിളോ ആയിട്ടോ എന്ത് ചെയ്യാറുണ്ട്, കാണാറുണ്ട്. ഓക്കെ, അപ്പൊ ഗവൺമെന്റിന്റെ മറ്റൊരു പ്രവർത്തനമാണ് സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് ഡിറൈവ് ചെയ്തു വന്നിട്ടുള്ളത് എന്താണ്, ഒരു കെയ്നീഷ്യൻ പ്രൊപ്പോർഷൻസ്, അതായത് മാർക്കറ്റ് ഇക്കണോമി എന്ന് പറയുന്നത് ഒരിക്കലും ഡസ് നോട്ട് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ്. ഓക്കെ, കെയ്നീഷ്യൻ പ്രൊപ്പോസൽ പ്രകാരം മാർക്കറ്റില് ഒരിക്കലും എന്താ പറയുക ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഫുൾ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്നില്ല, പ്രൈസ് സ്റ്റെബിലിറ്റിയും ഒന്നും ജനറേറ്റ് ചെയ്യുന്നില്ല. ഗവൺമെന്റിന്റെ എന്താ പറയുക ഡെലിബറേഷൻ ഉള്ളത് കൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റ് ഡെലിബറേറ്റ് സ്റ്റെബിലൈസേഷൻ പോളിസി. അപ്പൊ ഗവൺമെന്റ് അവിടെ സ്റ്റെബിലൈസേഷൻ പോളിസി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം വളരെ പ്രോപ്പർ ആയിട്ട് നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. മാർക്കറ്റ് സിസ്റ്റംസ് ഇൻഹെറിന്റ് ടെൻഡൻസി ആണെന്നുണ്ടെങ്കിൽ അവിടെ ബിസിനസ് സൈക്കിൾസ് ക്രിയേറ്റ് ചെയ്യാൻ വരും. മാർക്കറ്റ് മെക്കാനിസം എന്ന് പറയുന്നത് എപ്പോഴും ലിമിറ്റഡ് കപ്പാസിറ്റി പ്രിവെന്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ എക്കണോമിക് ആക്ടിവിറ്റിയുടെ ഒരുപാട് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാനൊക്കെ കാരണമുണ്ട്.
സോ അത്തരം സമയങ്ങളിൽ ഗവൺമെന്റ് അതേപോലെ തന്നെ സെൻട്രൽ ബാങ്ക് ഒക്കെ എന്ത് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത് ഫുൾ എംപ്ലോയ്മെന്റിനും പ്രൈസ് സ്റ്റെബിലിറ്റിക്കും ഒക്കെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫിസ്ക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും ഒക്കെയാണ് ഗവൺമെന്റും സെൻട്രൽ ബാങ്കും ഒക്കെ എടുക്കുന്നത്. ഇനി കറക്റ്റീവ് ഇന്റർവെൻഷൻ ബൈ ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ അപ്രോപ്രിയേറ്റ് ആയിട്ട് നടക്കുന്നില്ല എങ്കിൽ ഇൻസ്റ്റബിലിറ്റി, എക്കണോമിയിൽ എപ്പോഴും ഇൻസ്റ്റബിലിറ്റിയും റിസഷൻ, ഇൻഫ്ലേഷൻ തുടങ്ങിയിട്ടുള്ള ബിസിനസ് സൈക്കിൾസ്, ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് എന്നുള്ളതാണ് പറയണത്. ഓക്കെ, അതായത് ഇത് ഒരുപാട് കാലം ഇത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മേ ബി ഇത് എന്ത് ചെയ്യാം, ഇൻഫ്ലേഷനും റിസഷൻസും ഒക്കെ ഗവൺമെന്റ് ഇല്ലാത്ത പക്ഷം അത് എന്ത് ചെയ്യാം, ഒരുപാട് കാലത്തോളം അത് നീണ്ടു നിന്നേക്കാം. അത് പ്രത്യേകിച്ച് എന്താ പറയാ ജനങ്ങളെ അല്ലെ, എക്സ്പെഷ്യലി ആരെ, പുവർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റിയെ വളരെയധികം അത് ബാധിക്കുകയും ചെയ്യും. ഓക്കെ, ഈ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നതൊക്കെ നിലനിന്ന് കഴിഞ്ഞാൽ അല്ലെ, അതായത് അൺഎംപ്ലോയ്മെന്റും ഇൻഫ്ലേഷനും ഒക്കെ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോബ്ലം എന്ന് പറയുന്നത് വളരെയധികം വലിയ രീതിയിൽ തന്നെ വരും. ഓക്കെ, അപ്പൊ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, വലിയ ഒരു പ്രോബ്ലം തന്നെയാണ്. ഓക്കെ, അപ്പോ ഇവിടെ സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൺസേൺ ചെയ്യുന്നത് അഗ്രിഗേറ്റ് എക്കണോമിയുടെ പെർഫോമൻസ് ആണ്. അതായത് ഒന്ന്, ലേബർ എംപ്ലോയ്മെന്റ് ആൻഡ് ക്യാപിറ്റൽ യൂട്ടിലൈസേഷൻ. ലേബർ എംപ്ലോയ്മെന്റ്, ക്യാപിറ്റൽ യൂട്ടിലൈസേഷൻ നന്നായിട്ട് ചെയ്യുക. ഓവറോൾ ഔട്ട്പുട്ട് ആൻഡ് ഇൻകവും, ജനറൽ പ്രൈസ് ലെവല്, ബാലൻസ് ഓഫ് ഇന്റർനാഷണൽ പേയ്മെന്റ്, ദ റേറ്റ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്. ഓക്കെ, ഈ ടേംസിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അഗ്രിഗേറ്റ് എക്കണോമി പെർഫോം ചെയ്യുന്നത് സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷനിൽ എന്നുള്ളതാണ് പറയുന്നത്. സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഫിസ്ക്കൽ പോളിസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ തന്നെയാണ് സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ എയിം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താ പറയാ, മാക്രോ എക്കണോമിക് ഫ്ലക്ച്വേഷൻസിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, റീകാൾ അല്ലെ, അസ്യൂമായിട്ട് റീകാൾ, അതേപോലെ തന്നെ എക്കണോമിക് ക്രൈസിസ്. ഇപ്പൊ നമുക്കറിയാലോ 2008 ഉണ്ടായിട്ടുള്ള എക്കണോമിക് ക്രൈസിസ്, വേൾഡിൽ തന്നെ ഉണ്ടായിട്ടുള്ള എക്കണോമിക് ക്രൈസിസ് എന്ന് പറയുന്നത് അല്ലെ. അതേപോലെ തന്നെ ഗ്ലോബൽ ഫിനോമിനൽ നമുക്കറിയാം, കോവിഡ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ പാൻഡമിക് ഉണ്ടായത് അല്ലെ. അപ്പൊ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി അല്ലെ, ഇതൊക്കെ ഉണ്ടായത് കൊണ്ട് എന്താ സംഭവിച്ചത്, എക്കണോമിക് ക്രൈസിസ് എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയാ നമ്മുടെ എക്കണോമിയെ വളരെയധികം ബാധിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെയൊക്കെ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ പ്രധാനമായിട്ടും മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റിയെ അത് എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഫിസ്ക്കൽ പോളിസിയിലൂടെ മാത്രമേ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഗവൺമെന്റിന്റെ ഫിസ്ക്കൽ പോളിസിയിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്, വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ, ഇനി ഗവൺമെന്റ് സ്റ്റെബിലൈസേഷൻ ഇന്റർവെൻഷൻ മേ ബി ത്രൂ മോണിറ്ററി പോളിസി. അപ്പൊ ഗവൺമെന്റ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, മോണിറ്ററി പോളിസിയേക്കാൾ കൂടുതൽ ഫിസ്ക്കൽ പോളിസിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ നമുക്ക് മണി സപ്ലൈന്റെ സൈസ് ഒക്കെ കൺട്രോൾ ചെയ്യാനും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനൊക്കെ എന്ത് ചെയ്യുക, വേൾഡ് കൺസംഷനെയും ഇൻവെസ്റ്റ്മെന്റ് പ്രൈസിനെയൊക്കെ അഫക്ട് ചെയ്യുന്ന രീതിയിലാണ് മോണിറ്ററി പോളിസികൾ എടുക്കുന്നത്. എന്നാൽ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുമ്പോൾ സ്റ്റെബിലൈസേഷൻ പർപ്പസ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വലിന്റെയും ഓർഗനൈസേഷൻസിന്റെയും എക്സ്പെൻഡിച്ചർ, ടാക്സേഷൻ ഡിസിഷൻസിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, മാറ്റം വരുത്തുന്നത്. ഓക്കെ, അപ്പൊ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്താ പറയാ ഇൻജെക്ട് ചെയ്യുമ്പോൾ മോർ മണി ടു ദി എക്കണോമിയിലേക്ക് ഇപ്പൊ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂടുതലാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മോർ മണി എക്കണോമിയിലേക്ക് വരുന്നു, ഡിമാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഓൺ ദി അതർ ഹാൻഡ് ടാക്സ് റെഡ്യൂസ് ചെയ്യുന്നു, ഡിസ്പോസബിൾ ഇൻകം എല്ലാവരുടെ കയ്യിലും കൂടുന്നു, എഫക്റ്റീവ് ഡിമാൻഡ് റെഡ്യൂസ് ചെയ്യുന്നു. എന്നാൽ റിസഷൻ പീരീഡ് ആണെന്നുണ്ടെങ്കിൽ ഇൻകം പ്രൊട്ടക്ഷൻ ആണ് അല്ലെ. ഇപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യും, എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് കൂട്ടുന്നു, ടാക്സ് എന്ന് പറയുന്നത് കുറയ്ക്കുന്നു, പിന്നെന്താ പറയാ, അതേപോലെ തന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നതിനെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു. മോർ മണി അല്ലെ എന്ത് ചെയ്യുന്നു, ജനങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കും.
അതേപോലെ തന്നെ ഹൈ ഇൻഫ്ലേഷൻ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുന്നു, ടാക്സ് വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറിലും മറ്റ് പ്രവർത്തനങ്ങളിലൊക്കെ കൂട്ടിയും കുറച്ചിട്ടൊക്കെയാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും റിസഷൻ പോലെയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, കുറയ്ക്കുക, കൂട്ടുക എന്നുള്ളതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇൻ അതർ വേർഡ്സ് എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസി ഈസ് അഡോപ്റ്റഡ് ടു അലിവിയേറ്റ് റിസഷൻ ആൻഡ് എ കോൺട്രാക്ടറി ഫിസിക്കൽ പോളിസി ഈസ് റിസോർട്ടഡ് ഫോർ കൺട്രോളിംഗ് ഹൈ ഇൻഫ്ലേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും എന്താ പറയാ, ദ നേച്ചർ ഓഫ് ദ ബഡ്ജറ്റ് അല്ലെ, നേച്ചർ ഓഫ് ദ ബഡ്ജറ്റ് എന്ന് പറയുന്നതും എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസും അതേപോലെ തന്നെ കൺട്രിയിലെ എക്കണോമിക് ആക്ടിവിറ്റിയും ഒക്കെ എന്താണ്, വളരെയധികം പ്രധാനപ്പെട്ടതാണ്. കാരണം ബഡ്ജറ്റിന്റെ ബേസിലാണ് നമ്മൾ രാജ്യത്തിന്റെ എല്ലാ എക്കണോമിക് പ്രവർത്തനങ്ങളെ, സാമ്പത്തിക പ്രവർത്തനങ്ങളും നിലനിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഡെഫിസിറ്റ് ബഡ്ജറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്ന എക്കണോമിക് ആക്ടിവിറ്റിയിൽ കൊടുക്കുന്നത്. അതേപോലെ തന്നെ സർപ്ലസ് ബഡ്ജറ്റ് ഉണ്ട് അല്ലെ, സ്ലോ ഡൗൺ എക്കണോമിക് ആക്ടിവിറ്റി ആണ്. അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റികൾ സ്റ്റിമുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഡെഫിസിറ്റ് ബഡ്ജറ്റുകളാണ്. ഓക്കെ, ദെൻ ടു സമ്മപ്പ്, നമ്മളിതെല്ലാം സമ്മപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ സ്പെൻഡിങ് ഡിക്രീസ് ചെയ്യുന്നു, ടാക്സ് വർദ്ധിപ്പിക്കുന്നു, മണി സപ്ലൈ റെഡ്യൂസ് ചെയ്യുന്നു. ഇനി ദർ ഈസ് ഹൈ അൺഎംപ്ലോയ്മെന്റ്, ദ ഗവൺമെന്റ് ഇൻക്രീസ് ഗവൺമെന്റ് സ്പെൻഡിങ്. അൺഎംപ്ലോയ്മെന്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടുകയും ടാക്സ് കുറയ്ക്കുകയും മണി സപ്ലൈ കൂട്ടുകയും ചെയ്യുന്നു. അപ്പൊ ഇത് കൂട്ടും കുറയ്ക്കുക ചെയ്തിട്ടൊക്കെയാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, അവിടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായിട്ട് നല്ല രീതിയിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് സെന്റർ ആൻഡ് സ്റ്റേറ്റ് ഫിനാൻസിനെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. സെന്റർ ആൻഡ് സ്റ്റേറ്റ് ഫിനാൻസിൽ നമുക്കറിയാം ഫിസിക്കൽ ഫെഡറലിസം എന്ന് പറയുന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് റിച്ചാർഡ് മസ്ഗ്രാവ് ആണ്. ഇവിടെ ഡീൽസ് വിത്ത് ദ ഡിവിഷൻ ഓഫ് ഗവൺമെന്റൽ ഫങ്ഷൻസ് ആൻഡ് ഫിനാൻഷ്യൽ റിലേഷൻ വിത്ത് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഗവൺമെന്റ്. അതായത് ഈ ഒരു ഗവൺമെന്റിന്റെ ഫങ്ഷൻസ് ഡിവൈഡ് ചെയ്യുക, അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ റിലേഷൻസിനെ കുറിച്ച് ഡീൽ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഫിസിക്കൽ ഫെഡറലിസം എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ മസ്ഗ്രേവ് ആർഗ്യൂ ചെയ്യുന്നത് ഫെഡറൽ അല്ലെങ്കിൽ ഫെഡറൽ ഓർ സെൻട്രൽ ഗവൺമെന്റ് എന്താ പറയാ, ഷുഡ് ബി റെസ്പോൺസിബിൾ ഫോർ പെർഫോമിംഗ് ഫങ്ഷൻസ് റിലേറ്റഡ് ടു എക്കണോമിക് സ്റ്റെബിലൈസേഷൻ ആൻഡ് ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ. ദ അലോക്കേഷൻ ഷുഡ് ബി റെസ്പോൺസിബിലിറ്റി ദ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഗവൺമെന്റ്. അതായത് ഒരു രാജ്യത്തെ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് റിസോഴ്സുകൾ വളരെ നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതും ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതും എക്കണോമിക് സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതും ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെയും ഒരു ഫെഡറലിന്റെയും ഒരേപോലെയുള്ള ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് മസ്ഗ്രേവ് ആർഗ്യൂ ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഫെഡറേഷൻ ഓഫ് 28 സംസ്ഥാനങ്ങളുള്ള 8 യൂണിയൻ ടെറിട്ടറികളുള്ള ഒരു ഫെഡറേഷൻ ആയിട്ടാണ് നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്നത് നിലനിൽക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഫണ്ടമെന്റലി നമുക്കറിയാം ഫെഡറലിസം എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ് ആണ് അല്ലെ. അതായത് 2 സെറ്റ് ഓഫ് ഗവൺമെന്റ് ആണ് ഇവിടെ ഉള്ളത്, ഒന്ന് നാഷണൽ ലെവലിലും ഒന്ന് റീജിയണൽ ലെവലിലും. ഓരോ ഗവൺമെന്റും അവരുടേതായിട്ടുള്ള ഓട്ടോണമസ് ഓൺ സ്ഫിയറിലാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ജുഡീഷ്യറി എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്, സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിലെയും ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പവേഴ്സും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡിവിഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്നത്. സെൻട്രലിനും അതേപോലെ തന്നെ സ്റ്റേറ്റിനും ഒരേപോലെ അവകാശങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 246 പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷനില് ഡിമാർക്കേറ്റ്സ് പവേഴ്സ് യൂണിയനും എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ പ്രധാനമായിട്ടുള്ള അധികാരങ്ങൾ 3 ലിസ്റ്റുകളായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്.
യൂണിയൻ ലിസ്റ്റിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത് എന്താ പറയാ, യൂണിയൻ പാർലമെന്റ് എലോണോ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ക്യാൻ ലെജിസ്ലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ സ്റ്റേറ്റ് ലിസ്റ്റിലാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. കൺകറന്റ് ലിസ്റ്റിലാണെന്നുണ്ടെങ്കിൽ രണ്ടിന്റെയും, ഇപ്പൊ ബോത്ത് പാർലമെന്റ് ആൻഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, പാർലമെന്റിലെയും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെയും ഒരേപോലെ കാര്യങ്ങളാണ് അതിൽ നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പൊ കൺകറന്റ് ലിസ്റ്റിലെ ലെജിസ്ലേഷൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ലോ പാസ് ചെയ്യുന്നത് സെൻട്രൽ പ്രിവെയിൽസിലാണ്. ഓക്കെ, സെൻട്രൽ ആണ് എന്ത് ചെയ്യുന്നത്, കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട നിയമങ്ങളെല്ലാം പാസ് ചെയ്യുന്നത്. ഇനി റവന്യൂവും അതേപോലെ തന്നെ എക്സ്പെൻഡിച്ചർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഗവൺമെന്റിൽ പല രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇപ്പൊ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നതും അതേപോലെ തന്നെ സെന്റർ ആൻഡ് സ്റ്റേറ്റില് വിവിധ തരത്തിലാണ് ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പും റെസ്പോൺസിബിലിറ്റിയും കൊടുത്തിട്ടുള്ളത്. പിന്നെ ടാക്സിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ സെൻട്രലിന്റെയും ടാക്സുകൾ വരുന്നുണ്ട്, സ്റ്റേറ്റിന്റെയും വരുന്നുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ഗ്രേറ്റർ റവന്യൂ റേസിംഗ് പവേഴ്സ്, അതായത് യൂണിയൻ ഗവൺമെന്റിൽ നിന്ന് ലെവി ടാക്സുകള്, ടാക്സ് ഓൺ ഇൻകം, അഗ്രികൾച്ചർ ഇൻകം, കസ്റ്റം ടാക്സ്, എക്സ്പോർട്ട് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി, അങ്ങനെയുള്ള കോർപ്പറേഷൻ ടാക്സ്, ക്യാപിറ്റൽ വാല്യൂ ടാക്സ്, അസറ്റ് എക്സ്ക്ലൂഡിങ്, അഗ്രികൾച്ചർ ലാൻഡ് ടെർമിനൽ ടാക്സ്, അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ ടാക്സ്, സെൻട്രൽ GST, യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി ടാക്സ്, അങ്ങനെയുള്ള ഒരു സ്റ്റാമ്പ് ഡ്യൂട്ടി, അങ്ങനെയുള്ള ഒരുപാട് ടാക്സുകളാണ് എന്ത് ചെയ്യുന്നത്, ഈടാക്കുന്നത്. എന്നാൽ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രധാനമായിട്ടും ഈടാക്കുന്നത് എന്ന് പറയുന്നത് ലെവി ടാക്സ് പോലെയുള്ള ടാക്സുകളാണ്. അഗ്രികൾച്ചർ ഇൻകം, അതേപോലെ തന്നെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, മിനറൽ റൈറ്റ്സുകള്, ഇലക്ട്രിസിറ്റി, വെഹിക്കിൾ, ടോൾസ്, പ്രൊഫഷൻ, കളക്ട് ആൻഡ് ലാൻഡ് റവന്യൂ, എക്സൈസ് ഡ്യൂട്ടീസ് ഇമ്പോസ് ചെയ്യുന്നത്, സർട്ടൻ ഐറ്റംസ്, ഇങ്ങനെയുള്ള സ്റ്റേറ്റ് ടാക്സേഷൻ, പ്രോപ്പർട്ടി ഇൻകം, അങ്ങനെയുള്ളതൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പൊ നമുക്കറിയാം ഈ ഒരു ആർട്ടിക്കിൾ 268, 281 വരെയുള്ള ഇതില് പ്രത്യേകം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫിനാൻസിനെ കുറിച്ചിട്ട്, സ്റ്റേറ്റുകളുടെ ഡിസ്ട്രിബ്യൂഷൻ ഫിനാൻസുകളെ കുറിച്ചിട്ട് പ്രത്യേകം എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 268 ഡ്യൂട്ടീസ് ലെവീഡ് ബൈ ദ യൂണിയൻ ബട്ട് കളക്റ്റഡ് അപ്രോപ്രിയേറ്റഡ് ബൈ ദ സ്റ്റേറ്റ്. ഡ്യൂട്ടി ലെവീഡ് ചെയ്യുന്നത് യൂണിയൻ ആണെന്നുണ്ടെങ്കിലും കളക്ട് ചെയ്യേണ്ടത് സ്റ്റേറ്റ്സ് ആണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. 269 ടാക്സ് ലെവിയിൽ ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതും യൂണിയൻ ആണ്, ബട്ട് അസൈൻ ചെയ്യേണ്ടത് സ്റ്റേറ്റ് ആണ്. 270 പ്രകാരം ടാക്സ് ലെവി ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതും യൂണിയൻ ആണ്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് യൂണിയനും സ്റ്റേറ്റിനും ഒരേപോലെ ക്ലോസ് ടു ആൻഡ് ദ സ്റ്റേറ്റ്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സർചാർജ് 271 പ്രകാരം സർചാർജ് ചില ഡ്യൂട്ടീസും ടാക്സും പർപ്പസ് ഓഫ് ദ യൂണിയൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. 275 പ്രകാരം സ്റ്റാറ്റ്യൂട്ടറി ഗ്രാൻസും അതേപോലെ തന്നെ യൂണിയൻ സർട്ടൻ സ്റ്റേറ്റ്സുകൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 282 പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഗ്രാൻസ് ഫോർ എനി പബ്ലിക് പർപ്പസസിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ 293 പ്രകാരമാണെന്നുണ്ടെങ്കിൽ പബ്ലിക് പർപ്പസിന് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നതും. ഓക്കെ, ഇത്രയൊക്കെയാണ് അതിൽ ഡിസ്ട്രിബ്യൂഷൻ റവന്യൂ എന്ന് പറയുന്ന യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സിലെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ഒരു ആർട്ടിക്കിൾ 280 പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം, അതായത് ഫിനാൻസ് കമ്മീഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ട്രാൻസ്ഫേഴ്സ് കൊടുക്കുന്നുണ്ട്. ഫിനാൻസ് കമ്മീഷൻ ഈസ് ഒരു ആ 288 പ്രകാരം ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, ഫിനാൻസ് കമ്മീഷന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. സോ ഇവിടെ കമ്മീഷൻ എന്ന് പറയുന്നത് മാൻഡേറ്ററി ബോഡി ആയിട്ട് ഫിസിക്കൽ ഫെഡറലിസത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഉണ്ട്. അതേപോലെ തന്നെ അവരുടെ ടാക്സുകളെല്ലാം ഷെയർ ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. സോ ഫിനാൻസ് കമ്മീഷൻ ഫിസിക്കൽ ഫെഡറേഷൻ, ഇന്ത്യയിലെ ഫിസിക്കൽ ഫെഡറേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യാനാണ് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് പെർഫോം ചെയ്യുന്നത്. സോ അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ദ ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് ഓഫ് ദ നെറ്റ് പ്രൊസീഡ് ടാക്സ്
which are divided between them, allocation between state and respective shares of such proceeds. അതായത് യൂണിയനും സ്റ്റേറ്റിനും ടാക്സ് ഏതൊക്കെ രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, അതെങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ഉപയോഗിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫിനാൻസ് കമ്മീഷൻ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡിറ്റർമിനേഷൻ ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് ക്വാണ്ടം ഓഫ് ഗ്രാൻസ് ഇൻ എയ്ഡ് ടു സ്റ്റേറ്റ്സ് വിച്ച് ആർ നീഡ് ടു ഇൻ സച്ച് അസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. ടു മേക്ക് റെക്കമെൻഡേഷൻ ആൻഡ് ടു പ്രസിഡന്റ് on measures need to augment the consolidated fund of a state to supplement the resource of the panchayat and municipality in the state on the basis of recommendation made by the finance commission of the state. അപ്പൊ പ്രസിഡന്റിനുള്ള റെക്കമെൻഡേഷൻസ്, അതേപോലെ തന്നെ സ്റ്റേറ്റിന്റെയും പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയിലെയും സ്റ്റേറ്റിന്റെ ഒക്കെ റെക്കമെൻഡേഷൻസ് ഫിനാൻസ് കമ്മീഷൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, തയ്യാറാക്കുന്നുണ്ട്. അതേപോലെ തന്നെ കമ്മീഷൻ പ്രസിഡന്റിന്റെ താല്പര്യങ്ങളും അതേപോലെ തന്നെ ഫിനാൻസിലെ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിൽ കമ്മീഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള റെക്കമെൻഡേഷൻസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത് ഫിനാൻസ് കമ്മീഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തത്തിൽ പെടുന്നതാണ്. ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഓവറോൾ ഗ്രോസ് ടാക്സ് റവന്യൂയും യൂണിയനും അതേപോലെ തന്നെ സെസ് അതേപോലെ തന്നെ സർചാർജ്, നോൺ ടാക്സ് റവന്യൂ, ഇതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ്, എവിടേക്കാണ് NDP എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഫിനാൻസ് കമ്മീഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. 15th ഫൈനാൻസ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 27 നവംബർ 2017 എന്താ പറയാ, പ്ലാനിംഗ് കമ്മീഷന്റെ അബോളിഷൻ ചെയ്തതിന്റെ ഭാഗമായിട്ട് പ്ലാൻ ആൻഡ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് വരികയും അതേപോലെ തന്നെ GST എന്ന് പറയുന്നത് കൊണ്ടുവരികയും ഒക്കെ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസോട് കൂടിയിട്ടാണ്. കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് സ്റ്റേറ്റിനും സെന്ററിനും ഇത് എന്താ പറയാ ഷെയറുകൾ ഉണ്ടാവും, GSTയുടെ ഷെയറുകൾ ഉണ്ടാവും എന്നുള്ളതും 21-26 വരെ 41% സെയിം ആയിട്ടും 20 to 21 എന്താ പറയാ വരെയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 42% ഷെയർ റെക്കമെൻഡ് ചെയ്യുന്നത് 14th ഫിനാൻസ് കമ്മീഷൻ 2015-2020 വരെയായിരുന്നു. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് 1% പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പുതിയ യൂണിയൻ ടെറിട്ടറീസ് ഫോം ചെയ്യാൻ, ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക് പോലെയുള്ള റിസോഴ്സ് ആൻഡ് സെൻട്രൽ സ്റ്റേറ്റുകൾക്കൊക്കെ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇൻകം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് സ്റ്റേറ്റ് ഇൻകം എന്ന് പറയുന്നത് വളരെ ഹയസ്റ്റ് ഇൻകം ആയിട്ട് സ്റ്റേറ്റിന്റെ ഹയസ്റ്റ് ഇൻകം ആണ്. ഏരിയ, പോപ്പുലേഷൻ, ഡെമോഗ്രാഫിക് പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ടും ഫോറസ്റ്റ് ഇക്കോളജി, ടാക്സ് ആൻഡ് ഫിസിക്കൽ എഫേർട്ടുകളൊക്കെ നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് GST എന്ന് പറയുന്നത് നമ്മൾക്കറിയാം ജൂലൈ 1, 2017 GST എന്ന് പറയുന്നത് വരുന്നത്. കാരണം സെൻട്രൽ ഫിനാൻഷ്യൽ റിലേഷൻ സ്റ്റേറ്റും സെൻട്രും തമ്മിലുള്ള ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പ് വളരെയധികം ചേഞ്ച് ആവുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ്. GST സബ്സ്യൂംസ് ഇൻഡയറക്റ്റ് ടാക്സുകളാണ്. കാരണം എക്സൈസ് സർവീസ്, സെയിൽസ് ടാക്സ് അങ്ങനെയുള്ളതെല്ലാം കൂടിയിട്ട് പ്രൊട്ടക്ട് ടാക്സ് എന്നുള്ള രീതിയിൽ യൂണിയൻ ആണ് GST എന്തിരുന്നത് വരുന്നത്. സ്റ്റേറ്റ് ലെവി കളക്ട് GST, യൂണിയൻ ലെവീസ് കളക്ട് സെൻട്രൽ GST. സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് GSTയും യൂണിയൻ ആണെന്നുണ്ടെങ്കിൽ സെൻട്രൽ GSTയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ പറയുന്നത് സുപ്രീം കോർട്ട് വെർഡിക്റ്റ് മെയ് 2022 പ്രകാരം യൂണിയനും അതേപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവിനും ഈക്വൽ യൂണിക് പവേഴ്സ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, GSTന്റെ കാര്യത്തിൽ കൊടുത്തിട്ടുള്ളത്. GST കൗൺസിൽ റെക്കമെൻഡേഷൻസിൽ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്. GST സിസ്റ്റം എന്ന് പറയുന്നത് റീപ്ലേസ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ ബേസ്ഡ് ടാക്സേഷൻ സിസ്റ്റം, കൺസംഷൻ ഒക്കെ വളരെ നല്ല രീതിയിൽ ചെയ്യാനും അതേപോലെ തന്നെ മാനുഫാക്ചറിങ് സ്റ്റേറ്റ്സുകളിലെ ലോസ് ഓഫ് റവന്യൂ കുറയ്ക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളതൊന്ന് ചെയ്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ പറയുന്നത് 5-year ട്രാൻസിഷൻ പീരിയഡിൽ ടോപ്പ് 5 GST കോമ്പൻസേഷൻ റിസീവ് സ്റ്റേറ്റ് മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത്, തമിഴ്നാട്, പഞ്ചാബ് എന്നിവരാണ് GSTയുടെ കാര്യത്തിൽ. ഓക്കെ. ടോട്ടൽ എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ സ്റ്റേറ്റും യൂണിയൻ ടെറിട്ടറി 2022-2023 115,662 crore ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്.
ഇതൊക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെയും GSTയുടെയും ഒക്കെ ഭാഗമായിട്ട് പറയുന്നു. പിന്നെ ഗവൺമെന്റ് ബോറോ ചെയ്യും. ഇപ്പൊ നമുക്കറിയാം എന്താ പറയാ, ആർട്ടിക്കിൾ 292 കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, പല സ്റ്റേറ്റ്സുകളിൽ നിന്ന് ബോറോയിങ് ചെയ്യുന്നുണ്ട്. സെൻട്രൽ മേ ബോറോ വിത്തിൻ ലിമിറ്റഡ് ഫണ്ട്സ് പാർലമെന്റ് ബൈ ലോ upon the security consolidated fund ഇന്ത്യ give guarantee with such limits. സ്റ്റേറ്റ് ഗവൺമെന്റ്, അതായത് സെൻട്രൽ ഗവൺമെന്റും പാർലമെന്റിൽ നിന്നും നിയമപ്രകാരം സെക്യൂരിറ്റി കൊടുത്തുകൊണ്ട് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഗ്യാരണ്ടി വെച്ചുകൊണ്ട് ലിമിറ്റഡ് ഇതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബോറോ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റും എന്ത് ചെയ്യുന്നുണ്ട്, വിത്തിൻ ടെറിട്ടറിയിൽ നിന്നും ഇന്ത്യയിൽ സെക്യൂരിറ്റി കൺസിഡർ വെച്ചിട്ട് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും സ്റ്റേറ്റും എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ട് ബോറോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ സെന്റർ മേ ഗീവ് സ്റ്റേറ്റ്സുകൾക്കും കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 292 ഗ്യാരണ്ടി ചെയ്യുന്ന ലോൺസ് സ്റ്റേറ്റുകൾക്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സെന്ററിനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ രീതിയിൽ ലോണുകൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് MCQ ക്വസ്റ്റ്യൻസും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ നമ്മളുടെ കഴിയാണ്. ഓക്കെ, MCQ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ, റീഡിസ്ട്രിബ്യൂഷൻ പോളിസീസ് ആർ ലൈക്ലി ടു ഹാവ് എഫിഷ്യൻസ്ലി കോസ്റ്റ് ബിക്കോസ്, അല്ലെ? ഏതാണ് ആൻസർ വരുന്നത്? ബി, അല്ലെ? ദേ മേ ക്രിയേറ്റ് ഡിസ്ഇൻസെന്റീവ് ടു വർക്ക് ആൻഡ് സേവ്. രണ്ടാമത്തത്, മാക്രോ എക്കണോമിക് സ്റ്റെബിലൈസേഷൻ മേ ബി അച്ചീവ്ഡ് ത്രൂ. മാക്രോ എക്കണോമിക് സ്റ്റെബിലൈസേഷൻ അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെ? ബിയും സിയും, ഫിസിക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയിലൂടെ. നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞേ ഉള്ളൂ, അല്ലെ? ഡി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ദെൻ തേർഡ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പോളിസീസ് ഓഫ് ദ ഗവൺമെന്റ് ഫുൾഫിൽ ദ റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഫുൾഫിൽ ചെയ്യുന്നതിന് ഗവൺമെന്റ് ഇറക്കുന്ന പോളിസികൾ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം, അല്ലെ? ഏതൊക്കെയാണ്? സപ്ലൈ ഓഫ് ഫുഡ് ഗ്രെയിൻസ് ആൻഡ് സബ്സിഡൈസ്ഡ് പ്രൈസ് ടു പുവർ പീപ്പിൾ. ഓക്കെ, ദെൻ നാലാമത്തത് പറയുന്നത്, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഫിസിക്കൽ പോളിസി ഇൻവോൾവ് ദ യൂസ് ഓഫ് ചേഞ്ചസ് ഇൻ ടാക്സേഷൻ ആൻഡ് ഗവൺമെന്റ് സ്പെൻഡിങ് ആണോ? while monetary policy involve the use of price and profit controls ആണോ? Then B, fiscal policy involve the use of price and price control while monetary policy involve the use of taxation and government spending ആണോ? Then fiscal policy involve the use of changes in taxation, government spending, while monetary policy involve the use of changes in the supply of money and interest rate ആണോ? ഡി എന്ന് പറയുന്നത് ഫിസിക്കൽ പോളിസി involves the use of supply of money and interest rates, while monetary policy involves the use of changes in taxation and government spending. ഇതിൽ ഏത് ഇതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളത് പറയണം, അല്ലെ? ഏതാണ്? ഫിസിക്കൽ പോളിസി, സി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അഞ്ചാമത്തത്, the justification for government intervention is best described by. Justification of government intervention, അല്ലെ? അതേതാ വരുന്നത്? ജസ്റ്റിഫിക്കേഷൻ. കാരണം ഇത് ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്കറിയാം ഇതെല്ലാം പറ്റും, അല്ലെ? പ്രിവെന്റ് റിസഷൻ ആൻഡ് ഇൻഫ്ലേഷണറി ആണ്, മോഡിഫൈ ഔട്ട്കം ആൻഡ് പ്രൈവറ്റ് മാർക്കറ്റ് ആക്ഷൻസ് ആണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഡി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? 1, 2, 3 കറക്റ്റ് ആണോ? 1, 2, 3 ആണോ കറക്റ്റ്? 2, 3 ആണോ കറക്റ്റ്? 3 മാത്രമാണോ കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? 1ഉം 3ഉം ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, അതായത് ബി ആണ് ആൻസർ. Then seventh one, when a government offer unemployment benefit also result to progressive taxation, which function does it seems to fulfill? ഓക്കെ, അപ്പൊ അതിൽ ഏതാണ് ആൻസർ വരുന്നത് കറക്റ്റ് ആയിട്ട്? ബി ആണ് ആൻസർ വരുന്നത്. കാരണം ഇറ്റ് ഈസ് ട്രൈങ് ടു റീഡിസ്ട്രിബ്യൂട്ട് ഇൻകം ആൻഡ് വെൽത്ത്. നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞല്ലേ ഉള്ളൂ. ഓക്കെ, ദെൻ എയ്ത്ത് വൺ, ഗവൺമെന്റ് ഓഫ് എമിലൈൻ ലാൻഡ് ഡിസൈഡ് ടു പ്രൊവൈഡ് മോസ്റ്റ് മോഡേൺ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ത്രൂ ഔട്ട് ദ നേഷൻ. ദിസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ്, അല്ലെ? ഏതാണ്? അലോക്കേഷൻ ഓഫ് ഫംഗ്ഷൻ, അല്ലെ? സോറി, ബി അലോക്കേഷൻ ഓഫ് ഫംഗ്ഷൻ ആണ് ആൻസർ വരുന്നത് കേട്ടോ.
ദെൻ അടുത്തത് 9th വൺ പറയണത് വിച്ച് ഫംഗ്ഷൻ ഡസ് ദ ഫംഗ്ഷൻ ഗവൺമെന്റ് പെർഫോം പ്രൊവൈഡ് ട്രാൻസ്ഫർ പേയ്മെന്റ് ഓഫർ സപ്പോർട്ട് ടു അൺപ്രിവിലേജ്ഡ് അല്ലെ? ഏതാണ് അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഇത് കൊടുക്കുന്നത്? ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഡിസ്ട്രിബ്യൂഷൻ ബന്ധപ്പെട്ടിട്ട് കേട്ടോ. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. 10ാമത്തെ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ട്രൂ റെസ്പെക്ട് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഫിനാൻസ് അല്ലെ? ഏതാണ്? ബി, ഫിനാൻസ് കമ്മീഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ടാക്സും സെൻട്രൽ സ്റ്റേറ്റും ഒക്കെ ടാക്സും ഡിസ്ട്രിബ്യൂഷനുമായിട്ട് റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നത്. ഓക്കെ. ദെൻ 11ാമത്തെ GST കോമ്പൻസേഷൻ. ഓക്കെ, GST കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ആരാണ്? to the state compensate for the loss of revenue to the introduction of GST. Okay, C ആണ് ആൻസർ വരുന്നത് കേട്ടോ. Then which of the following true respect of the role of finance commission? Finance commission റോൾ പ്രകാരം അല്ലെ? ഏതാണ്? The distribution of union and state net proceeds or tax ആണോ? അതോ allocation between state and respective shares of such proceeds ആണോ? Make recommendation integrated GST and interstate movement of goods and service ആണോ? To recommend expenditure decentralization of ഏതാണ്? 1ഉം 2 ആണ് കറക്റ്റ് അല്ലെ? എ ആണ് ആൻസർ വരുന്നത്. ദെൻ 13ാമത്തെ വരുന്നത് in a federal setup the stabilization function can be effectively performed by അല്ലെ? effectively perform ചെയ്യുന്നതാണ് the government of the center. Then 14ാമത്തെ which of the following is considered the division of economic responsibilities between center and state government of India? Okay, ഏതാണ്? Public Finance Commission അല്ലെ? Then അടുത്തത് 15ാമത്തെ fiscal federalism refers to. Fiscal federalism എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Fiscal federalism, division of economic functions and resources among different layers of the government ആണ് fiscal federalism എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Okay. Then 16ാമത്തെ പറയുന്നത് which of the following tax is levied by the state government only? സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൺലി ആയിട്ട് വരുന്നത് ഏതാണ് അല്ലെ? ഏതാണ്? ഇതിലൊന്നും കോർപ്പറേഷൻ ടാക്സും അല്ല, വെൽത്ത് ടാക്സും അല്ല, ഇൻകം ടാക്സും അല്ല, നൺ ഓഫ് ദി എബവ് ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, 16 ഡി ആണ് ആൻസർ വരുന്നത്. ദെൻ അടുത്തത് പെർസെൻറ്റേജ് ഓഫ് ദ ഷെയർ സെൻട്രൽ സ്റ്റേറ്റ് ഇൻ ദ പീരിയഡ് ഓഫ് 2021-26 റെക്കമെൻഡഡ് ദ 15th ഫിനാൻസ് കമ്മീഷൻ. എത്ര പെർസെൻറ്റേജ് ആയിരുന്നു? എത്ര പെർസെൻറ്റേജ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? 41% കേട്ടോ. 41% നമ്മളിപ്പോ പറഞ്ഞല്ലേ ഉള്ളൂ. Then which of the following is not a criterion determining distribution of central tax among states 2021-26 period? Okay, അതിൽ ഏതാ ആൻസർ വരുന്നത്? ഇൻഫ്രാസ്ട്രക്ചർ പെർഫോമൻസ് ആണ് കേട്ടോ. സി ആണ് ആൻസർ വരുന്നത്. Then 19ാമത്തെ വരുന്നത് as per the Supreme Court of Verdict May 2022 union ഏതാണ് ആൻസർ വരുന്നത്? Yes, the union and the state legislature have equal simultaneous power to make the law, goods and service tax. Okay, then അടുത്തത് 20 ഏതാണ്? Provide social sector services such as health and education അല്ലെ? ഏതാ വരുന്നത്? The responsibility of the respective state government. Okay, അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു യൂണിറ്റ് 1 വരുന്നത്. Okay.